Hi, hello Bachu, Namaste, and welcome to 90 Plus India's first animated live division. Audible അല്ല എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ്, ഗുഡ് ഈവനിങ് അക്ഷര. സാധാരണ ഞാൻ നമസ്തേ ഇടാറുണ്ടല്ലേ, ഇന്ന് ഞാനത് വിട്ടുപോയി. ഐ തിങ്ക് നമസ്തേ ഓൾ മൈ ഡിയേഴ്സ്. നമസ്തേ ഓൾ മൈ ഡിയേഴ്സ്. ഓക്കെ, നൈറ്റ്. സുഖാണോ? എല്ലാരും ക്ലാസ്സിൽ കയറുക, എല്ലാവരും. all of you. Yes. ഇന്നത്തെ സ്റ്റഡി മെറ്റീരിയൽ ഇപ്പോഴാ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. വായിച്ചു നോക്കി എല്ലാവരും. നോക്കാനുള്ള സമയം കിട്ടിയോ? കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. പിന്നെ കുറെയൊക്കെ നമ്മുടെ ക്യാപ്സ്യൂളിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമസ്തേ ടീച്ചർ. യെസ്, നമസ്തേ. സുഖാണോ എല്ലാവർക്കും? സ്കൂളൊക്കെ കഴിഞ്ഞെത്തിയോ എല്ലാവരും? യെസ്, എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിരിക്കുക കേട്ടോ. ഹായ് ഹിരണ്യ, ഹായ് അൽസ, ഹായ് ഷാരോൺ, ദിവ്യാൻഷി, ഏബൽ, അക്ഷര, ആദർശ്, അൽന, ക്ലിയോൺ, മുഹമ്മദ് റബ, അദ്രിനാഥ്, ജിയ, ഋതുനന്ദ്, അഭിജ. എല്ലാവരും ജോയിൻ ആയി വരുന്നേ ഉള്ളൂ. നമസ്തേ ഷാരോൺ, ഷറിയ. സോ ഒരു മിനിറ്റ്. എന്താണ് അൽവിനെ? വാട്ട് ഹാപ്പൻ അൽവിൻ? യെസ്, ദേവനന്ദ് കഴിഞ്ഞ ക്ലാസ് ലീവ് ആയിരുന്നോ? സാറ്റർഡേ ക്ലാസ്സില് കണ്ടില്ല. ഹായ് ഇഷാൻ. യെസ് അൽവിൻ, കേൾക്കാമോ? ആ ആ ആ എന്താണ് പറയൂ. ഞാൻ പറയുന്നത് ആർക്കും കേൾക്കുന്നില്ലേ? ഒരു സെക്കൻഡ് നോക്കട്ടെ. ദേവനന്ദ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അൽസ, ഗോഡ്ലി, ഞാൻ പറയുന്നത് ഓഡിബിൾ അല്ലേ? ഞാൻ അനങ്ങുന്നുണ്ടല്ലോ അല്ലേ? അപ്പോ അൽവിൻ എന്താ അവിടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ്. ഒന്ന് ചെക്ക് ചെയ്യണം. ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കൂ. യെസ്. പ്രാർത്ഥന എല്ലാവരും വായിച്ചോ? ടെക്സ്റ്റ് ആ ചാപ്റ്റർ വായിച്ചോ എല്ലാവരും? ഐ ഹാവ് എ മാരേജ് ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് സിസ്റ്റർ. ആർക്കാണ്? ദേവനന്ദിനെ. അത് സാറ്റർഡേയോ? ഓക്കെ. സാറ്റർഡേ നമ്മൾ ഒരു ചാപ്റ്ററിന്റെ റിവിഷൻ ചെയ്തിരുന്നു. ഓക്കെ. ഓക്കെ. യെസ്. ഗുഡ് ഈവനിങ് അഞ്ജലി അമ്മ. ഗുഡ് ഈവനിങ്. 6:30 ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? ചായ കുടിച്ചോ? സ്കൂൾ കഴിഞ്ഞ് വന്ന് ചായ കുടിച്ചോ? അതുപോലെ സ്നാക്സോ ടിഫിനൊക്കെ കഴിച്ചോ? എന്തായിരുന്നു ഒന്ന് ടിഫിനും സ്നാക്സ് ഒക്കെ? ഒന്ന് വേഗം ചാറ്റിൽ പറഞ്ഞേ, എന്നിട്ട് തുടങ്ങാം നമുക്ക്. ചാറ്റിൽ പറഞ്ഞേ എന്താ കഴിച്ചത്. വേഗം ടൈപ്പ്. വേഗം ചാറ്റിൽ പറഞ്ഞ് എന്താ കഴിച്ചെന്നുള്ളത് നോക്കാം. മുഹമ്മദ് റബ ബനാന കഴിച്ചു. നേന്ത്രപ്പഴായിരിക്കും അല്ലേ റബ? ആണാ? മിടുക്കൻ. എന്താ ജ്യൂസാ കുടിക്കുന്നേ? മന്തിയോ ഈശാൻ ഈ സമയത്തോ? ഇവിടെ മിടുക്ക. ഇനിയിപ്പോ രാത്രി ഒന്നും വേണ്ടല്ലോ കഴിക്കാൻ. ചായ കുടിച്ചു ദേവനന്ദൻ. ആൻഡ് ബ്രെഡ് സാൻഡ്വിച്ച് മെർലിൻ. ഓക്കെ. ഇനി ഷവർമ അഭിജ. ഞാൻ എന്താ കഴിച്ചു? ഞാൻ നമ്മുടെ ആരുടെ കൂടെ? മനീഷ് സാറിന്റെ കൂടെയും അബ്ദു സാറും ഫസ്ല ടീച്ചറും അബി ടീച്ചറൊക്കെ കൂടി ഞങ്ങൾ ചായ കുടിക്കാൻ പോയിട്ട് നമ്മൾ എന്താ കഴിച്ചത്? ആരതി മിസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മള് പഫ്സ് വാങ്ങിച്ചു. അതുപോലെ ഉള്ളിവട ഉണ്ടല്ലോ, ഉള്ളിവട വാങ്ങി കഴിച്ചു. പഫ്സ് നമ്മളെല്ലാവരും ഷെയർ ഇട്ട് കഴിച്ചു. ഒരെണ്ണം കഴിക്കാൻ പറ്റുന്നുണ്ട്.
ഒരു വടയും നമ്മൾ കഴിച്ചു. ഡാർക്ക് ഫാന്റസി കെയിൻ, ഏത്തപ്പഴം കഴിച്ചു. ഓക്കെ, ഫ്രൈഡ് ബനാന ബ്രെഡ് സാൻഡ്വിച്ച്. ഓക്കെ, ഗുവ. സോണി ചായ കുടിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് കഴിച്ചത്. മിസ് പാലപ്പവും ആൻഡ് ബീഫും നതാനിയ. ഓ, ഗ്രേപ്സ്, മന്തി, അൽഫാം ആൻഡ് ടെൻഡർ കോക്കനട്ട് ജ്യൂസ്. ഷാരോണെ, ഇതിലുള്ള നേരം എവിടുന്ന് കിട്ടി? ഇതൊക്കെ കൂടി കഴിക്കാൻ മുട്ട ബജി. ഓക്കെ ഓക്കെ, ഐ തിങ്ക് ഇന്നത്തെ കാലത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ വീട്ടില് നിങ്ങളുടെയൊക്കെ ടൈമിൽ ഞാൻ ഒക്കെ സ്കൂള് കഴിഞ്ഞ് വരുമ്പോൾ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൂല്ലോ അമ്മ. പുട്ടോ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ കഴിക്കുക. ഇങ്ങനത്തെ ഒക്കെ പലഹാരങ്ങളൊക്കെ വളരെ അങ്ങനെ വല്ലപ്പോഴും പുറത്തൊക്കെ പോകുമ്പോഴാ പരിപ്പട അല്ലെങ്കിൽ പഴം അങ്ങനത്തെ കഴിക്കാം. കൂടുതലും രാവിലത്തെ. പക്ഷെ രാവിലത്തെ ആ ബ്രേക്ക്ഫാസ്റ്റ് സമാധാനത്തിൽ കഴിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല. രാവിലെ തന്നെ ആ സ്കൂളിൽ പോകുന്നതിന്റെ ഒട്ടപ്പാച്ചിലൊക്കെ ആയിരിക്കും. വൈകിട്ട് സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ആ ഒരു വിശപ്പിലും ആ ഒരു ടേസ്റ്റിലൊക്കെ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കാം. ഇപ്പോഴാണ് ഈ സ്നാക്സ് ഒക്കെ കൂടുതൽ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, അൽവിൻ അവല് കഴിച്ചുകൊണ്ട് പറയുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് തോന്നാറുണ്ടോ നിങ്ങൾ സ്കൂൾ കഴിഞ്ഞ ഒരു ആനനെ തിന്നാനുള്ള വിശപ്പായിട്ടാ വരാന്ന്? അങ്ങനെ തോന്നാറുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, മുഹമ്മദ് റഹ്മാൻ പറഞ്ഞു ഇല്ല. പക്ഷെ എനിക്കൊക്കെ തോന്നാം. ഞാനൊക്കെ വീടിന്റെ ആ വഴി എത്തുമ്പോ തന്നെ വീട്ടിൽ എന്താ ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിന്റെ സ്മെല്ലൊക്കെ എനിക്ക്. അപ്പൊ എന്റെ അമ്മ പറയും, ശ്വാനന്റെ ഇതായിട്ടാ, ശ്വാനബുദ്ധി അല്ലെങ്കിൽ അങ്ങനെയായിട്ടാ വരണേന്ന് പറയും. ആ ഒരു സ്മെല്ലൊക്കെ അറിയാൻ പറ്റും. എന്താണ് ഇഷാനെ, തുടങ്ങാം നമുക്ക്. എന്താണ് ഐ ഈറ്റ് പെപ്സിയോ ക്ലിയോണെ? എന്താ ഇഷാൻ? പി ടി മീറ്റിംഗ് നോർമൽ നമ്മുടെ ഒരു 8 o'clock ആകുമ്പോൾ 7 o'clock ആകുമ്പോൾ ടീച്ചർ വരും, ആര്യ ടീച്ചർ വരും. അപ്പൊ നമ്മൾ പാരന്റ്സിന് ആ സമയത്തേക്ക് എല്ലാവരും ഒന്ന് സെറ്റ് ആക്കും. ടൈം നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടില്ല, എത്ര മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്? 7 മണിയാവും. ഓക്കെ, അപ്പൊ 7 മണിയാകുമ്പോൾ ടീച്ചർ ഇവിടെ വരും. ജസ്റ്റ് ഞാനൊന്ന് മാറിയിട്ടുണ്ടാവും. ടീച്ചറായിരിക്കും സംസാരിക്കുക കേട്ടോ. ടീച്ചർ ഇതുപോലെ ക്ലാസ്സിലേക്ക് കയറും. ഓക്കെ, യെസ്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളോ? അത് കഴിഞ്ഞ ടീച്ചർ നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. യാ, ഓക്കെ. ഊട്ടി ചോക്ലേറ്റ് ആദ്ര, തോന്നി നതാനി, ഐ ഈ പെപ്സി, റസ്ക്, പഴം, ചിപ്സ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മളിപ്പോ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിസ്സിന്റെ ക്ലാസ്സിൽ തന്നെ ആര്യ മാം വരും. മിസ്സിന്റെ ക്ലാസ് അത് തന്നെ. അതെന്താണാവോ അങ്ങനെ ആയിപ്പോയി. ഇന്ന് ആര്യ ടീച്ചർ എന്നോട് പറയുകയും ചെയ്തു, സൂര്യ ടീച്ചറെ, നമ്മുടെ 7 മണിയാകുമ്പോ ടീച്ചറുടെ ക്ലാസ്സിൽ ഞാൻ വരും കേട്ടോ, കുട്ടികളോട് പറഞ്ഞേക്കണേന്ന്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 9th ചാപ്റ്റർ ആയിരുന്നു. 9th ചാപ്റ്റർ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത്. എന്തായിരുന്നു നമ്മുടെ 9th ചാപ്റ്ററിന്റെ പേര്? ഓർക്കുന്നുണ്ടോ? ആരാ പറഞ്ഞുതരാ ടീച്ചറൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുക. ആരാണ്? ഫഹദ് ഫാസിലെ, നമ്മുടെ 9th ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഓർക്കണില്ലേ? ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്ന 9ാമത്തെ ചാപ്റ്ററിന്റെ പേര്. ഫഹദ് പേപ്പറൊക്കെ ഇങ്ങനെ അല്ല, ടെക്സ്റ്റ് ബുക്ക്. യെസ് ധ്രുവ് പറയൂ. പ്രേം കെ സിവ ഓർ കുച്ച് നഹി, അല്ലേ ധ്രുവ്? യെസ്, വെരി ഗുഡ്. അമ്പലത്തിലൊക്കെ പോയി തോന്നുന്നു, നല്ല കുളിച്ചു കുട്ടപ്പനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ചന്ദനക്കുരയൊക്കെ വരച്ച്. യെസ്, ഇഷാനെ, എന്താ ഈ പ്രേം കെ സിവ ഓർ കുച്ച് നഹി എന്ന് പറഞ്ഞാൽ? അതറിയില്ല, പിന്നെ നിന്നെ ഹാൻഡ് റൈസ് ചെയ്തപ്പോ തന്നെ വായിക്കാൻ വേണ്ടി. അപ്പൊ വായിക്കാൻ അറിയാം, അതിന്റെ മീനിങ് അറിയില്ല അപ്പൊ? ഇല്ല. ഓക്കെ, ഞാൻ ഇഷാനെ ഒന്ന് സെറ്റ് ആക്കാൻ. യെസ്, ദേവനന്ദ് കമോൺ. എന്താ അതിനർത്ഥം? എന്തോ? പ്രേം കെ സിവ ഓർ കുച്ച് നഹി, അങ്ങനെയല്ലേ? അതിനർത്ഥം എന്താ? സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല, അല്ലെ? നമ്മുടെ ഈ ഒരു വേൾഡിൽ സ്നേഹമില്ലാതെ ഒന്നുമില്ല എന്നാണ് അതിനർത്ഥം. ഓക്കെ ഷാൻ, കിട്ടിയ? ഓക്കെ, അർജുൻ ഒന്നും കൂടി പറഞ്ഞ അതിനർത്ഥം. അർജുനെ, എന്താ അർത്ഥം? പ്രേമം അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ ഈ ലോകത്ത് ഒന്നും തന്നെയില്ല. സ്നേഹത്തെക്കാൾ വലുതായി ഈ ലോകത്ത് ഒന്നുമില്ല എന്നാണ് ആര് പറയുന്നത്? ഈ ചാപ്റ്ററിലെ റൈറ്റർ പറയുന്നത്. ഓക്കെ,
യെസ്, ഈ റൈറ്ററിന്റെ പേര് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? മിസ് പി ടി മീറ്റിംഗ് ഉള്ളത് കൊണ്ട് എത്ര മണി വരെയാ ക്ലാസ്? പി ടി മീറ്റിംഗ് നമുക്ക് 7 മണിയാകുമ്പോൾ ടീച്ചർ ജസ്റ്റ് വന്ന് ക്ലാസ്സിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകും, പേടിക്കേണ്ട. അത് കഴിഞ്ഞ് നമ്മൾ 8 o'clock വരെ നമ്മുടെ സെഷൻ കേട്ടോ, നോർമലി പോലെ തന്നെ. യെസ്, വെരി ഗുഡ്. ആരാ എനിക്ക് ഇതിന്റെ റൈറ്ററിന്റെ പേര് പറഞ്ഞുതരാം? എനിവൺ റിമെമ്പർ ദ നെയിം ഓഫ് റൈറ്റർ? ഓൾറെഡി മെർലിൻ ഇവിടെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ആൻഡ് ആര് പറയും? ആരാ എഴുതിയത്? ആരാ ഇത് എഴുതിയത്? യെസ് വൈഗ, കമോൺ. ആ, എന്താണ്? ജസിന്ത കർക്കട്ടെ അല്ലേ? യെസ്. അലൻ ഒന്നുകൂടി പറഞ്ഞേ. അലൻ, നമ്മുടെ റൈറ്ററിന്റെ പേര് ഒന്നുകൂടി പറഞ്ഞേ. ജസിന്ത കർക്കട്ടെ അല്ലേ? നമ്മുടെ റൈറ്റർ ഒരു ഓഥർ ആണോ ഓത്രസ് ആണോ? അതായത് ലേഖകാണോ ലേഖികയാണോ? ലേഖികയാണ് അല്ലേ? ഒരു സ്ത്രീയാണ് അല്ലേ? ഓക്കെ, കഥാകാരിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നിവേദ്യ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗസീന്ത കർക്കട്ടെ ആദർശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കാണ് ക്യാമറ വർക്ക് ആവുക? ടീച്ചർ ഐഷയ്ക്ക് അല്ലേ? സ്നേഹമില്ലാതെ ഒന്നുമില്ല. ഓക്കെ, യെസ്. അപ്പൊ ആൻസേഴ്സ് ഒക്കെ ഇവിടെ കുറെ പേര്. 8 മണി വരെ ഉണ്ട് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവാറ്. സാറ്റർഡേ ക്ലാസ് മാത്രമല്ല, റിവിഷൻസ് ഒക്കെ 8 o'clock വരെയാണ്. നമ്മുടെ നോർമൽ ക്ലാസ്സുകളാണ് 7:30 വരെ. റിവിഷൻ സെഷൻസ് 8 o'clock, 6:30 to 8 വരെയാണ്. 8 PM വരെയാണ് നമ്മുടെ സെഷൻ. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ പഠിച്ചത്? ഇത് എന്ത് ചാപ്റ്റർ ആയിരുന്നു? ആര് പറയും? ആരാ പറഞ്ഞുതരാം? തരുൺ മാധവൻ ഓർമ്മയുണ്ടോ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിച്ചതെന്ന്? തരുൺ സ്കൂൾ കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ തോന്നുന്നു അല്ലെ? എത്തിയോ തരുൺ? ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഈ പ്രേം കെ സിവ ഓർ കുച്ച് നെഹി എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? എല്ലാം പറയണമെന്നില്ല, ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാം. അതിൽ 3-4 കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ ആദ്യത്തെ ഭാഗം എന്താണെന്നൊന്ന് പറയോ? ആശുപത്രിയിൽ നിൽക്കാണ്. ഓക്കെ. സാധനം വാങ്ങാനായിട്ട് വരിയിൽ നിൽക്കുകയാണ്. അപ്പൊ മുമ്പിലുള്ള ആളുടെ അടുത്ത് 20 രൂപ ഇല്ലാഞ്ഞിട്ട് അയാൾ ആദ്യം കുടിക്കാണ്. അപ്പൊ ലേഖിക 20 രൂപ കൊടുത്തിട്ട് ഇതാ എടുത്തോളൂന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ സെക്കൻഡ് എന്നത് ലേഖികന്റെ സിസ്റ്ററ് ഫോട്ടോ കോപ്പി വാങ്ങാനായിട്ട് പിന്നെ ഒരു കുഞ്ഞു കുട്ടീനെ ഇപ്പം ആശുപത്രിക്ക് പിന്നെ വന്നു. അതിനുശേഷം ഫോട്ടോ കോപ്പി എടുക്കാനുള്ള പൈസ ഉണ്ടാവില്ല. പൈസ 3-ാമത്തെ നിലയിൽ മറന്നു വെച്ച് പോയിരുന്നു. അപ്പൊ ഒരു കുട്ടി പെട്ടെന്ന് വന്നിട്ട് അതിന് പൈസ കൊടുത്തിട്ട് പെട്ടെന്ന് പോയി, ഗ്രൗണ്ടിലേക്ക് പോയി. വെരി ഗുഡ്. പിന്നെ തേർഡത്തെ ലേഖിക ചായ കുടിക്കാനായിട്ട് ചായവായിൽ കിടക്കുന്നതാണ്. ലേഖിക പറഞ്ഞു ചോട്ടാ കപ്പില് ചായ തരുമെന്ന് ചോദിച്ചു. അപ്പൊ വലിയ കപ്പിലാണ് കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു പൈസ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ കുടിച്ചോളൂന്ന് പറഞ്ഞു. അത്രയൊക്കെ ഉള്ളു, ഏകദേശം അത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, വെരി ഗുഡ് തരുൺ മാധവ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എന്താ നിങ്ങൾ കേട്ടോ? തരുൺ പറഞ്ഞത് കേട്ടോ? നമ്മുടെ സ്റ്റോറിയുടെ ഏകദേശം ഒരു സ്റ്റോറി ലൈൻ എല്ലാവർക്കും കിട്ടിയോ? എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? ജസിന്ത കർക്കട്ടെ ഒരു ഹോസ്പിറ്റലില്, ഏത് ഹോസ്പിറ്റലിലായിരുന്നു? ഝാർഖണ്ഡിൽ ഇല്ല, കേട്ടില്ല. നതാനിയ കേട്ടില്ലേ? ഈ ഒരു ചാപ്റ്റർ ഒരു ഡയറിയാണ്. ജസിന്ത കർക്കട്ടെ എഴുതിയൊരു ഡയറിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അദ്ദേഹം അവര് എവിടെ നിൽക്കുമ്പോഴായിരുന്നു? ഒരു ഝാർഖണ്ഡിലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുകയാണ്. ഓക്കെ, വരിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ലേഖികയുടെ തൊട്ട് മുൻപിൽ നിൽക്കുന്ന ആള് മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങിക്കാൻ ആൾക്ക് പൈസ കൊടുക്കാൻ 20 രൂപയുടെ കുറവുണ്ടായിരുന്നു. 20 രൂപയ്ക്ക് കമ്മി थे. അപ്പൊ എന്താ ചെയ്തത്? അദ്ദേഹം പൈസ കിട്ടാൻ വേണ്ടി ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് നതാനിയക്ക്. ഓക്കെ. അപ്പോ ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ കുറെ പേരെ കോൾ ചെയ്യുന്നുണ്ട്. बहुत लोगों को कॉल किया.
ഒരുപാട് പേരെ വിളിച്ചു, പക്ഷെ ആ പൈസ കിട്ടാനുള്ള ഒരു വഴിയും കാണുന്നില്ല. ലാസ്റ്റ് റൈറ്റർ എന്ത് ചെയ്തു, നമ്മുടെ ജസിന്ത കർക്കട്ടെ എന്ത് ചെയ്തു, 20 രൂപ ഉനക്ക് ആകെ പടി, അത് അദ്ദേഹത്തിന്റെ അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തു, അയാൾക്ക് കൊടുത്തു. അയാൾ അത് വേഗം ആശ്വാസത്തോടെ വാങ്ങിച്ച് ആരെങ്കിലും കൊടുത്തു, മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങി. അപ്പം ലേഖിക ചോദിക്കുകയാണ്, എന്താ ഇത്രയും ആ ഒരു 20 രൂപയുടെ ആവശ്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹം മറ്റുള്ളവരോടൊന്നും ചുറ്റുമുള്ള ആൾക്കാരോട് ചോദിച്ചില്ല. ഫോൺ ചെയ്ത് എല്ലാവരോടും ചോദിക്കുകയാണ്, പക്ഷെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് ചോദിക്കാനുള്ള ഒരു മനോഭാവം നമ്മുടെ ആൾക്കാർക്ക് ഇല്ല എന്ന് പറയാം. അത്രത്തോളം സ്നേഹം ആൾക്കാർക്ക് ഇല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ റൈറ്റർ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം അദ്ദേഹം ഒരു 20 രൂപ കൊണ്ട് ഈ ലേഖികയ്ക്ക് തിരിച്ചു മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലേഖിക പറഞ്ഞു, എന്താ ഉസ്കി ആവശ്യക്കാർ ജറൂരി നഹി, ഇത് വേണ്ട, തിരിച്ച് വേണമെന്നില്ല എന്ന് പറഞ്ഞപ്പോ 20 രൂപയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റർ അയാള് പറഞ്ഞു, ഇത് വെറും 20 രൂപയായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാള് ആ പൈസ കൊടുത്തിട്ട് അവിടുന്ന് മടങ്ങുകയാണ്. പിന്നെ പിറ്റേ ദിവസം റൈറ്ററിന്റെ അനീത്തിയും കുഞ്ഞുമായിട്ട് മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങാൻ താഴേക്ക് ചെന്നപ്പോ അതിന്റെ ഫോട്ടോ കോപ്പി എടുക്കണമായിരുന്നു. അപ്പൊ ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് എന്താ പൈസയുടെ കുറച്ച് പൈസയുടെ കുറച്ച് പൈസ കൊടുക്കണമായിരുന്നു. പക്ഷെ പേഴ്സ് ആണെങ്കിൽ 4ാമത്തെ നിലയിൽ വെച്ച് മറന്നുപോയി. അതെടുക്ക. അപ്പോ ഈ ദുക്കാൻദാർ ആ ഫോട്ടോ കോപ്പി എടുക്കുന്ന കടക്കാരനോട് പറഞ്ഞു, എന്താ ഈ പൈസ ഞാനൊന്ന് എടുത്തിട്ട് വന്നിട്ട് തരാന്ന് പറഞ്ഞപ്പോ അയാൾ സമ്മതിച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ലടുക്ക ഒരു ആൺകുട്ടി അയാളുടെ പൈസ, ഈ ബഹൻ ലടുക്കിയുടെ പൈസയും കൂടി കൂട്ടിക്കൊടുത്തിട്ട് അയാൾ ഒരു ഭീഡിലേക്ക് പോയി, ഒരു ക്രൗഡിലേക്ക് നീങ്ങിപ്പോയി. അയാളോട് താങ്ക് യു പറയാനുള്ള ഒരു അവസരം പോലും നമ്മുടെ ലേഖികയുടെ അനീതിക്ക് കിട്ടിയില്ല. പിന്നെ അതിനുശേഷം പിന്നെ ലേഖിക ഹോസ്പിറ്റലിന്റെ പുറത്ത് ചായ കുടിക്കാൻ പോയി. ചായ കുടിക്കാൻ അവിടെ ചായക്കടക്കാരനോട് പറഞ്ഞു, ഒരു ചെറിയ കപ്പ് കോഫി വേണം, അല്ലെങ്കിൽ ചായ മതി എന്ന് പറഞ്ഞപ്പോ അയാൾ ഒരു വലിയ കപ്പിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അപ്പൊ ഈ റൈറ്റർ പറഞ്ഞു, എന്താ വേണ്ട, ഇത്ര വലുത് വേണ്ട, ചെറുത് മതി എന്ന് പറഞ്ഞപ്പോഴും സാരില്ല കുടിക്ക് എന്ന് പറഞ്ഞ് കുടിച്ച് പൈസ കൊടുക്കാൻ സമയം പൈസ വേണ്ട, ഞാൻ കുറെ ബുക്സ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്, പൈസ വേണ്ടാന്ന് പറയാണ്. ഓക്കെ, എന്നിട്ട് കൈ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്, കൈ ഒരിക്കലും ഇങ്ങനെ അഴിക്കുന്നില്ല, കൈ ഇങ്ങനെ കെട്ടി ഹാത്ത് ബടാക്ക ऐसे ही खड़ा हुआ, ഇങ്ങനെ കൈ കെട്ടി ഇങ്ങനെ അദ്ദേഹം നിൽക്കുക, പൈസ വാങ്ങിക്കില്ല എന്നുള്ളൊരു. അപ്പോ നമ്മുടെ ജസിന്ത കർക്കട്ടെ പറയാണ്, उस अस्पताल के भीतर और बाहर की दुनिया अलग है. ആ ഒരു ഹോസ്പിറ്റലിന് ഉള്ളിലുള്ള ഒരു ലോകവും പുറത്തുള്ള ഒരു ലോകവും വളരെ വ്യത്യസ്തമാണ്. പിന്നെ എന്താണ്, നമ്മുടെ ലോകത്ത് സ്നേഹം കുറഞ്ഞു വരുന്നതിന്റെ കാരണങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് റൈറ്റർ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. എന്നിട്ട് അവസാനം എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രേം കെ സിവ ഓർ കുച്ച് നഹി, ഈ ലോകത്ത് സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നൊരു കൺക്ലൂഷനിലൂടെയാണ് ആ ഒരു ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ആ ചാപ്റ്റർ മനസ്സിലായോ? ഒരു ഓർമ്മ വന്നോ? സംപ്രീത് ഓർമ്മ കിട്ടിയോ? സംപ്രീത്, സാൻവി, യെസ്, അർജുൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കഴിഞ്ഞ വർഷം ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ ചാപ്റ്ററിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? अभाव, बीमारी, गरीबी, दुख के बीच भी साधारण लोगों ने अपने जीवन में थोड़ा थोड़ा प्रेम, थोड़ी थोड़ी आत्मीयता और मनुष्यता बचाकर रखी है. उन्हें देखते हुए सोचती हूं कि धरती में प्रेम सबसे ताकतवर मूल्य है. यही इंसान के भीतर समर्पण ला सकता है. നമ്മുടെ ആ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമാണ്, ഒരു പോർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്നേഹത്തെ കുറിച്ച് പറയുന്ന റൈറ്റർ മനസ്സിലാക്കിയ അവരുടെ ലൈഫിൽ അവർ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ചെറിയ പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് അഭാവ് എന്ന് പറഞ്ഞാൽ? എന്താ? ഡെഫിഷ്യൻസി ആണ്, കുറവ്. ബീമാരി എന്ന് പറഞ്ഞാൽ എന്താ? രോഗമാണ്, നമുക്ക് ഡിസീസ് എന്നൊക്കെ പറയില്ലേ, രോഗം. ഗരീബി എന്ന് പറഞ്ഞാൽ എന്താ? പോവേർട്ടി ആണ്, നമ്മുടെ ദാരിദ്ര്യം. ദുഃഖ് കെ ബീച്ച്, ഈ ദുഃഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾക്ക് ഇടയിൽ, ഇൻ ബിറ്റ്വീൻ ദീസ് ഓൾ സോറോസ്, നമ്മുടെ വിഷമങ്ങൾക്കിടയിലും. ഇത് എഴുതണോ മിസ്സേ? നന്ദകിഷോറി ടീച്ചർ ഇത് നിങ്ങൾ എഴുതി, ഞാനിത് ക്യാപ്സ്യൂൾ നോട്ടിൽ തന്നിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ
കഴിഞ്ഞ ദിവസം സ്റ്റഡി മെറ്റീരിയൽസ് ഷെയർ ചെയ്തതിൽ ഇത് തന്നിട്ടുണ്ട്. മക്കൾ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക, എഴുതാൻ പറ്റുന്നവർ എഴുതി പോവാ ആൻസേഴ്സ് കേട്ടോ. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണ്ട, ആൻസർ മാത്രം എഴുതി പോയാൽ മതി കേട്ടോ. അത് ക്വസ്റ്റ്യൻ എഴുതി വരുമ്പോൾ സമയം എടുക്കും. ഇത് മനസ്സിലാക്കുക എന്താണുള്ളത്. ഓക്കെ, ദുഃഖ കെ ബീച്ച് എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾക്കിടയിലും, സാധാരണ ലോകോനെ, സാധാരണ എന്ന് പറഞ്ഞാൽ നോർമൽ പീപ്പിൾ, സാധാരണക്കാരായ ജനങ്ങൾ, അപ്പനെ ജീവൻ മേൽ, അവരുടെ ജീവിതത്തിൽ, ഇൻ ദർ ലൈഫ്, തോടാ തോടാ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച്. ഓക്കെ, കുറച്ച് കുറച്ച്. പ്രേം, പ്രേം എന്ന് പറഞ്ഞാൽ അറിയാലോ സ്നേഹം. തോടി തോടി ആത്മീയത, കുറച്ച് കുറച്ച് ആ ഒരു ആത്മീയത, ഒരു ഇന്റിമസി ഭാവം, ആത്മീയ ഭാവം. ഓർ മനുഷ്യത, മനുഷ്യത എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റി ആണ്. ഓക്കെ, മനുഷ്യത്വം. ബച്ചാക്കർ റഖി ഹെ, ബച്ചാക്കർ റഖി ഹെ എന്ന് വെച്ചാൽ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ, എത്ര സാധാരണക്കാരായ ജനങ്ങളായാലും അവരവരുടെ ലൈഫില് അവർക്ക് സാധാരണക്കാരായ ജനങ്ങളിലും അതിൽ ഏതൊക്കെ കാറ്റഗറീസ് വരും? കുറവുകളുള്ളവരുണ്ടാകാം, ഡിസീസസ്, രോഗങ്ങളുള്ളവരുണ്ടാകാം, പോവർട്ടി അനുഭവിക്കുന്നവരുണ്ടാകാം, അതുപോലെ എന്താ പല പല വിഷമങ്ങളിലൂടെ പോകുന്നവരുണ്ടാകാം. ഓക്കെ, അപ്പൊ ഇവരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാര് അവരുടെ ലൈഫിൽ കുറച്ചൊക്കെ ഒരു സ്നേഹവും ഈ ഒരു ആത്മീയ മനോഭാവവും അതുപോലെ കുറച്ച് കുറച്ച് മനുഷ്യത്വമൊക്കെ ഇങ്ങനെ എന്താ കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഉൻഹേ ദേഖ്തേ ഹുവേ, അവരെ കാണുമ്പോ, when the writer saw that people, watch that people, അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോ, സോച്തേ ഹു, ആലോചിക്കാറുണ്ട്. സൂചന മീൻസ് ഷി തിങ്ക്, അവൾ ആലോചിക്കാറുണ്ട്. എന്ത്? ധർത്തി മേ, ഈ ഭൂമിയില്, പ്രേം സബ്സെ താക്കത്വർ മൂല്യ ഹെ, ഈ ഭൂമിയിൽ സ്നേഹം എന്ന് പറയുന്നത് വളരെ എന്താ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശക്തിശാലി ആയിട്ടുള്ള ഒരു മൂല്യമാണ്, അല്ലെങ്കിൽ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് റൈറ്റർ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജസിന്ത കർക്കട്ടെ മനസ്സിലാക്കാറുണ്ടെന്ന്. ഓക്കെ, ഇനി എന്താ? യഹി ഇൻസാൻ കെ ഭീതർ സമർപ്പൺ ലാ സക്താ ഹെ, ഈ ഒരു മൂല്യം, ഈ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ആ ഒരു സ്നേഹമാണ് എന്ത്? ഇൻസാൻ കെ ഭീതർ, ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ, മനുഷ്യർക്കിടയില്, ഭീതർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ്, ഉള്ളില്. അപ്പൊ യഹി ഇതാണ് എന്ത്? ഈ മനുഷ്യന്റെ ഉള്ളില് സമർപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ? ഡെഡിക്കേഷൻ ആണ്. ഇതൊക്കെ മക്കൾ ടീച്ചർ ക്ലാസ് എടുത്തപ്പോൾ അതിന്റെ മീനിങ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഓൾറെഡി ടീച്ചർ ജസ്റ്റ് പറഞ്ഞു പോകുന്നേന്നുള്ളൂ. യഹി ഇൻസാൻ കെ ഭീതർ സമർപ്പൺ ലാ സക്താ ഹെ, ഈ ഒരു സ്നേഹവും ഈ ഒരു ആത്മീയ ഭാവവും ഈ ഒരു മനുഷ്യത്വം ഒക്കെയാണ് ഈ ആൾക്കാർക്കിടയിൽ ഈ ഒരു ഡെഡിക്കേഷൻ സ്വഭാവം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണം, നല്ലത് പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നുള്ള ആ ഒരു ഭാവം മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നത് ഈ ഒരു സ്നേഹമാണെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ജസിന്ത കർക്കട്ടെ പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ എല്ലാവർക്കും ഈ ഒരു പോർഷൻ? ഓക്കെ, ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. പ്യാർ കെ ലിയേ ഘണ്ട് മേ പ്രയുക്ത ശബ്ദ കौन सा है? പ്യാർ എന്ന വേർഡിന് പകരമായിട്ട് ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ള വേർഡ് ഏതാണെന്നാണ് ചോദ്യം. എന്തൊക്കെയാണ്? താക്കത്വർ എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ളത്. താക്കത്വർ മീൻസ് പവർഫുൾ, ശക്തിശാലി ആയിട്ടുള്ള കേട്ടോ, പവർഫുൾ ആയിട്ടുള്ള എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ ദ ഓപ്ഷൻസ്. ആത്മീയത, വിച്ച് ആർ ദ ഓപ്ഷൻസ്? ആത്മീയത, പ്രേം, മനുഷ്യത, ദുഃഖ്. 4 ഓപ്ഷൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതില് പ്യാർ എന്ന അർത്ഥം വരുന്ന, അല്ലെങ്കിൽ പ്യാർ എന്ന വേർഡിന്റെ ചാപ്റ്ററിൽ യൂസ് ചെയ്തിരിക്കുന്ന സിനോണിം വേർഡ് ആണ് ചോദ്യം. അങ്ങനെ പറയും ആൻസർ. ഐ ക്യാൻ ജനീറ്റ കുട്ടി, ക്യാൻ യു സേ? ജനീറ്റ, ജനീറ്റ കുട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. യെസ്, ഓഫ് കോഴ്സ്, റൈറ്റ് ആൻസർ ആണ് പ്രേം. പ്രേമം, സ്നേഹം. ഓക്കെ, വെരി ഗുഡ് ജനീറ്റ, വെരി ഗുഡ്. യെസ്, സോ ദ ആൻസർ ഇസ് എന്താണ്? സോണി, ആൻസർ എന്താണ്? സോണി ഷിനോയ്, ആൻസർ എന്താ? പ്രേം. യെസ്, വെരി ഗുഡ്. അനാദി, കറക്റ്റ് അല്ലേ പറഞ്ഞത്? ജനീറ്റയും അതുപോലെ നമ്മുടെ സോണിയൊക്കെ പറഞ്ഞ കറക്റ്റ് ആൻസർ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. സോ പ്രേം എന്ന വേർഡിന് പകരമായിട്ട് പ്യാർ എന്ന വേർഡിന്റെ സെയിം സിനോണിം വേർഡ് അല്ലെങ്കിൽ പര്യായ പദമാണ് പ്രേം. ഓക്കെ, ക്ലിയർ ആയോ? യെസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
പക്ഷെ 1 മാർക്ക് പോവാൻ, തെറ്റിച്ചാൽ 1 മാർക്ക് പോവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. നോക്കി, संकेतों की सहायता से धरती में प्रेम सबसे ताकतवर मूल्य है विषय पर लघुलेख तैयार करें, അല്ലെങ്കിൽ ലഘുലേഖ ലിഖേ. ഓക്കെ, ലഘുലേഖനം, ചെറിയൊരു ഷോർട്ട് നോട്ട് നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തിനെ കുറിച്ചാണ് ടീച്ചർ? ഫീവർ ആണ് കൃഷ്ണനുണ്ണിക്ക്. ഗെറ്റ് വെൽ സൂൺ ട്ടോ. ടിപ്പണിയല്ല, ടിപ്പണി പോലെ തന്നെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് വിവരണവും ലഘുലേഖവും അതുപോലെ ടിപ്പണിയൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഹെഡിങ് കൊടുത്ത് നമുക്ക് തന്നിരിക്കുന്ന ഈ പോയിന്റ്സിനൊക്കെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ ലഘുലേഖം അതുപോലെ ടിപ്പണി എന്നൊക്കെ പറയാം. എന്തിനും നമുക്ക് ഇവിടെ നോക്കി, ഇവിടെ പറഞ്ഞ സങ്കേതം എന്ന് പറഞ്ഞ ഇവിടെ കൊടുത്തിരിക്കുന്ന സൂചനകളാണ്, ഇൻഫോർമേഷൻസ് ആണ്. ഇവിടെ 3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ്സിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതാം, കുറച്ചും കൂടി ഒന്ന് വലുതാക്കി ആ പോയിന്റ്സിന് ഒന്ന് ആഡ് എന്തെങ്കിലുമൊക്കെ വേറെ സെന്റൻസുകളൊക്കെ ആഡ് ഓൺ ചെയ്തൊരു പാരഗ്രാഫ് ആക്കി എഴുതുന്നതിനെയാണ്, ഒരു 5-6 സെന്റൻസിലാക്കി എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ ലഘുലേഖ എന്ന് പറയാം. കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതലാക്കാം, 6 അല്ലെങ്കിൽ 8 സെന്റൻസ് ഉണ്ടായിരിക്കണം. 4 മാർക്ക് നിങ്ങൾക്ക് അവിടെ തരാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ അതൊന്ന് പാരഗ്രാഫ് ആക്കി എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ ലഘുലേഖ എന്ന് പറയാം. ഓക്കെ, സോറി. ഓക്കെ, അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഫസ്റ്റ് പോയിന്റ് എന്താണ്? പ്രേം സെ ലോഗോं के बीच का संबंध बढ़ना. സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ലോഗോं के बीच എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ ബിറ്റ്വീൻ ദാറ്റ് പീപ്പിൾ, ആൾക്കാർക്കിടയിൽ സംബന്ധ് പഠാന. സംബന്ധം എന്ന് പറഞ്ഞ റിലേഷൻ ആണ്. സംബന്ധം, സ്നേഹം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കിടയിലുള്ള ആ റിലേഷനെ കൂട്ടുന്നു. ബഡാന മീൻസ് ഇൻക്രീസ് എന്നാണ് അർത്ഥം. So the relations will the love and the relations will be stronger. അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു റിലേഷൻ കൂട്ടുന്നു എന്നാണ് പറയുന്നത് സ്നേഹം എന്ന കാര്യം. ഓക്കെ, ശരിയാണല്ലോ. നമ്മൾ മറ്റുള്ളവരായിട്ട് നല്ലൊരു എന്താ ഒരു റിലേഷൻ ആണെങ്കിൽ നമ്മുടെ ആ ഒരു റിലേഷൻ എന്തായിരിക്കും, അങ്ങനെ നമ്മുടെ ആ റിലേഷൻസ് അല്ലെങ്കിൽ ആൾക്കാരുടെ സ്നേഹം അല്ലെങ്കിൽ ആൾക്കാർ ആ ഒരു റിലേറ്റീവ്സും കൂടുന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കി, പ്രേം സെ മനുഷ്യതാ കാ ബച്ചാവ്. സ്നേഹം കൊണ്ട് നമ്മുടെ മനുഷ്യത്വം അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമാനിറ്റി എന്ന ഭാവം അതിനെ നമ്മൾ സംരക്ഷിക്കും എന്നുള്ള മീനിങ്. ബച്ചാവ്, സംരക്ഷിക്കും എന്നാണ് കേട്ടോ പറയാം. ഓക്കെ, ആൻഡ് പ്രേം സെ ദോസ്തി ബഡ്ന. സ്നേഹം കൊണ്ട് നമ്മുടെ ആ ഒരു സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് കൂടും. എല്ലാത്തിൻ്റെ, ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആയാലും റിലേഷൻസ് ആയാലും റിലേറ്റീവ്സിന്റെ ഇടയിലായാലും എല്ലാം നമുക്ക് അറിയാത്തവർക്കിടയിലായാലും നമുക്ക് സ്നേഹം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ലവ് അല്ലെങ്കിൽ ലൈക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു ബന്ധം സ്ട്രോങ്ങർ ആകും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ മനുഷ്യത്വം ഉണ്ടാകും എന്നാ പറയുന്നത്. നമുക്ക് അറിയാത്തവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്താ, അത് ഇറ്റ്സ് വൺ ടൈപ്പ് ഓഫ് ലവ് ആണ് അല്ലെ. നമ്മൾ അറിയാത്ത ഒരാളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നതും അവരെ നോക്കി ജസ്റ്റ് ഒന്ന് ചിരിക്കുക എന്ന് പറയുന്നതും ഇറ്റ്സ് വൺ കൈൻഡ് ഓഫ് ലവ് അല്ലെ. ഒരു ടൈപ്പ് ഓഫ് സന്തോഷം അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സ്നേഹമാണ് നമ്മൾ ഒരാളെ അറിയാത്ത ആളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നതും അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതും. അറിയുന്നവരെ സ്നേഹിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക ഹെൽപ്പ് ചെയ്യാന്ന് ചെയ്യുന്നതും അറിയാത്തവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതും തമ്മിലുള്ള ചെറിയ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്നേഹമാണെന്നാണ് ഇവിടെ റൈറ്റർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റ്സ് നമ്മൾ കുറച്ചധികം സെന്റൻസുകളും വേർഡ്സുകളും ഒക്കെ ആഡ് ഓൺ ചെയ്ത് നമുക്കൊരു ലഘുലേഖ തയ്യാറാക്കണം. അതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. എന്തൊക്കെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു കുഞ്ഞു സിമ്പിൾ സെന്റൻസുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ട്രൈ ചെയ്യുന്നുണ്ടോ നിങ്ങള്? ആഡ് ഓൺ സ്നേഹത്തെ കുറിച്ച് 2-3 സെന്റൻസുകളൊക്കെ ആഡ് ഓൺ ചെയ്ത് പറയാൻ പറ്റുമോ? ആരൊക്കെ പറയാൻ റെഡിയാണ്? തെറ്റിയാലും കുഴപ്പമില്ല, ജസ്റ്റ് ട്രൈ ചെയ്യാം. മലയാളത്തിൽ അതിന് സ്നേഹം അല്ലെങ്കിൽ സ്നേഹം എന്ന വേർഡ് നമ്മൾ ഹിന്ദിയിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ പ്യാർ, പ്രേം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇവിടെ മുന്തിരിങ്ങ കൊണ്ട് വേണോ അന്ന? ഞാൻ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് കഴിച്ചിട്ടാ വന്നത് മുന്തിരിങ്ങ കേട്ടോ. വലിയ ബ്ലാക്ക് കളർ മുന്തിരി കഴിച്ചിട്ടാ വന്നത്. ടീച്ചർ അമ്മ തന്നതാണ്.
ഓക്കെ, ഐ എം ഗുഡ്. ഓക്കെ റാഫേൽ. യെസ്, അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന 2-3 സെന്റൻസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യാൻ റെഡി ആണോ? ആരെങ്കിലും ഒക്കെ ലഘുലേഖയിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഇപ്പോ ചിലപ്പോ ഈ ഈ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോ ഇതുപോലെ സ്നേഹത്തെ കുറിച്ച് വേറെ ടോപ്പിക്ക് തരാം. അപ്പൊ എല്ലാത്തിലും ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകൾ എന്താണ്? പ്രേം താക്കത്വർ മൂല്യ ഹെ. വെരി ഗുഡ്, അത് ശരിയാണ്. മെർലിൻ, അത് ശരിയാണ്. ആൻഡ് ഓൾസോ വേറെ പറഞ്ഞു തെറ്റിയാലും നോ പ്രോബ്ലം, പറയാൻ ശ്രമിക്കൂ. പ്രേം നഹി തോ ഹം നഹി. വെരി ഗുഡ്. ഇത് നമ്മുടെ പോസ്റ്ററിന്റെ ഡയലോഗ് ആണല്ലോ വൈക. പാനി നഹി ജീവൻ നഹി എന്നൊക്കെ പറയുന്ന പോലെ ശരിയാണ്. പക്ഷെ തെറ്റൊന്നുമില്ല കേട്ടോ, നല്ല കറക്റ്റ് സെന്റൻസ് ആണ്. പ്രേം കെ സിവ ഓർ കുച്ച് നഹി, അതും ആഡ് ഓൺ ചെയ്യാം, അതും എഴുതാം. അപ്പൊ നിങ്ങൾക്ക് മൂന്ന് സെന്റൻസ് കിട്ടിയോ? 3 സെന്റൻസ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ പറഞ്ഞ സെന്റൻസ് ടീച്ചർ എഴുതാം. 3 പേര് ഇവിടെ എഴുതിയ സെന്റൻസുകൾ ഞാൻ ഇവിടെ പറയാം. എന്തൊക്കെയാണ്? പ്രേം താക്കത്വർ, അത് ഓൾറെഡി നമ്മുടെ ആ ഒരു തന്നിരിക്കുന്ന ഭാഗത്ത് ചാപ്റ്ററില് പാരഗ്രാഫിൽ ഉള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് അത് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. എന്താ? പ്രേം താക്കത്വർ മൂല്യ ഹെ. ഇനി എന്താ പറഞ്ഞത്? പ്രേം നഹി തോ ഹം നഹി. പ്രേം നഹി തോ ഹം നഹി അല്ലെ? ഇനി എന്താ? പ്രേം കെ സിവാ ഓർ കുച്ച് നഹി. ഈ 3 സെന്റൻസുകൾ നിങ്ങൾ ഓൾറെഡി 3 പേര് പറഞ്ഞതാണ്. ഇനി വന്നിട്ടുണ്ട് പ്രേം നഹി തോ ജീവൻ നഹി ഹെ. പ്രേം തോ ജീവൻ ഹെ എന്ന് പറഞ്ഞ ശ്രീലക്ഷ്മി, അതും ആഡ് ഓൺ ചെയ്യാം. അത് ശരിയാണ്. പ്രേം കോ കൊയ് സദ്ഗുൺ നഹി ഹെ. സ്നേഹം എന്ന് പറഞ്ഞ ഒരു സദ്ഗുണമല്ല. യെസ്, വെരി ഗുഡ്. ബീച്ച് ആൻഡ് ബഡ്ന മീനിങ് പറയാം. ബീച്ച് എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ എന്നാണ്, ഇടയിൽ എന്നാണ് അർത്ഥം, നന്ദഗോപൻ. ആൻഡ് ബഡ്ന എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആവുക, കൂടുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഓക്കെ, ഇനി എന്താ? പ്രേം സെ മനുഷ്യത കാ ബച്ച. പ്രേം സെ മനുഷ്യത കാ ബച്ച എന്നോ? അത് ഇതല്ലേ? അത് നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന പോയിന്റ് അല്ലേ? പ്രേം സെ മനുഷ്യതാക്കോ ബച്ചാവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക എന്നുള്ള മീനിങ് ആണ്. അത് സെന്റൻസ് ആക്കി ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ, അത് കുഴപ്പമില്ല. പ്രേം ഹമാര മാ ഹെ. സ്നേഹം നമ്മുടെ അമ്മയാണ്. ശരിയാണ്, കുഴപ്പമില്ല, അത് നമുക്ക് എഴുതാം. പ്രേം, നിങ്ങൾ പറഞ്ഞ ഡയലോഗ്സ് സെന്റൻസ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. പ്രേം ഹമാര മാ ഹെ. ഓക്കെ, ഇനി എന്താ? ഒന്നിനും സ്നേഹത്തെ ഒഴിവാക്കാൻ പറ്റില്ല. തരുൺ മാധവ്, ശരിയാണ്. പ്രേം ഹമാരെ പരിവാർ ഹെ. അതും ശരിയാണ്. സ്നേഹം നമ്മുടെ ഫാമിലിയാണ്. പ്രേം ഹമാര പരിവാർ ഹെ. ഇനി എന്താ? ടീച്ചറിന്റെ ആൻസർ രണ്ടാമത്തെ ആണോ? ഇല്ല, ഇത് മോനെ, ഇത് എന്താണ്? ഇത് നമ്മളിത് ഈ പോയിന്റ്സുകൾ വലുതാക്കി നമ്മള് ഒരു ലഘുലേഖ തയ്യാറാക്കേണ്ടതാണ്. ഓക്കെ, ഞാനിപ്പോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകൾ പറയാൻ പറഞ്ഞിട്ടാണ് ഇവിടെ കുറച്ച് പേര്. പ്രേം അമൂല്യ ഹെ എന്ന് പറയുന്നുണ്ട് അഭിജ. വെരി ഗുഡ്. പ്രേം അമൂല്യ ഹെ. ഓക്കെ, അപ്പൊ നോക്കി ഇവിടെ ടീച്ചർ എഴുതിയിരിക്കുന്ന സെന്റൻസുകൾ നിങ്ങളൊന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. പ്രേം താക്കത്വർ മൂല്യ ഹെ. പ്രേം നഹി തോ ഹം നഹി. പ്രേം കെ സിവാ ഓർ കുച്ച് നഹി ഹെ. പ്രേം ഹമാര മാ ഹെ. പ്രേം ഹമാര പരിവാർ ഹെ. പ്രേം അമൂല്യ ഹെ. സ്നേഹത്തെ കുറിച്ച് നിങ്ങളോട് വിവരണം ചോദിച്ചാലും, ഏതെങ്കിലും ഡയറിയിൽ ആഡ് ഓൺ ചെയ്യാം, ഡയറി എഴുതുമ്പോൾ ആഡ് ഓൺ ചെയ്യാനും, ലഘുലേഖ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണിത്. നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കുറച്ച് സെന്റൻസുകളാണ്. ഇത് എഴുതിയതിനു ശേഷം ടീച്ചറെ കാണിച്ചു തരാം. എന്തൊക്കെയാണ്? പ്രേം കാ സമ്പത്ത് ഹെ. പ്രേം സെ സഹാനുഭൂതി ഓർ അങ്കുരിത് ഹോത്തി ഹെ. അത് നമ്മുടെ മറ്റേ ആക്ടിവിറ്റിയിലുള്ള ശരിയാണ്, അതും ശരിയാണ്. പ്രേം സെ സ്ലോഗൻസ് കൂടി ചേർന്നാണോ ലഘുലേഖ? അല്ല, ഇത് തന്നെ നിങ്ങൾക്ക് പോസ്റ്റർ ചോദിക്കുകയാണെങ്കിലോ സ്ലോഗൻസ് ചോദിക്കുകയാണെങ്കിലും ഈ സെന്റൻസുകൾ യൂസ് ചെയ്യാം. ഓക്കെ, സ്നേഹത്തെ കുറിച്ച് നിങ്ങളോട് ഒരു പോസ്റ്റർ എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ എക്സാമിന്, അല്ലെങ്കിൽ സ്ലോഗൻസ് നാര എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെന്റൻസുകൾ ആഡ് ഓൺ ചെയ്യാം. ലഘുലേഖന് യൂസ് ചെയ്യാം. അതുപോലെ ഡയറി എങ്ങാനും എഴുതാൻ ചോദിച്ചാൽ സ്നേഹത്തെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലഘുലേഖന് യൂസ് ചെയ്യാം.
അതുപോലെ സ്ലോഗൻസ്, നാറ എല്ലാം ചോദിച്ചാലും ഈ സെന്റൻസുകൾ നിങ്ങൾക്ക് അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ ഗോഡ്ലി? മനസ്സിലാവുന്നുണ്ടോ? ഹിരണ്യ എവിടെ പോയി? ഹിരണ്യനെ കാണുന്നില്ലല്ലോ. പ്രേം സെ ലാലച്ച് ഖത്തം ഹോത്താ ഹെ. വെരി ഗുഡ്, ശരിയാണ്. സ്നേഹത്തിലൂടെ അത്യാഗ്രഹം മാറുന്നു എന്ന് പറയുന്നതാണ്. വെരി ഗുഡ്. ജീവൻ മേ പ്രേം കാ ബഹുത് മഹത്വ ഹെ. വെരി ഗുഡ്. ഇതൊക്കെ എഴുതാൻ പോയിന്റർ സ്ഥലമില്ലല്ലോ. ഞാനിവിടെ എഴുതി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ്സ്, പഠിക്കാൻ എളുപ്പമുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടെ എഴുതിയെടുക്കാം കേട്ടോ. കാരണം എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് സ്നേഹത്തെ കുറിച്ചായിരിക്കും ഉറപ്പായിട്ടും ചോദിക്കുക. അപ്പൊ അതിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ്. എളുപ്പമുള്ള നിങ്ങൾ തന്നെ പറയുന്ന സെന്റൻസ് അല്ല, ഞാൻ പറയുന്ന സെന്റൻസുകളല്ല. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് പഠിക്കാം. അതാണ് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. प्रेम हमारा लोग है. वेरी गुड एल्फन. जीवन में प्रेम का बहुत मन. जीवन में प्रेम का बहुत महत्व है. ओके, പിന്നെന്താണ് വന്നത്? प्रेम हमारा लोग है. वेरी गुड. प्रेम हमारा ലോഗ് ഹെ എന്ന് പറഞ്ഞാൽ സ്നേഹം നമ്മുടെ ലോകമാണ്. ഓക്കെ, എന്ത് സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാ വരുന്നത് നോക്കി. ശരിയല്ലേ? സ്നേഹത്തിന് യുദ്ധം ഒഴിവാക്കാൻ പറ്റും. പ്യാർ സെ ക്യാ लड़ाई लड़ाई को दूर कर सकते हैं. प्यार लड़ाई को दूर कर सकते हैं. സ്നേഹം യുദ്ധത്തെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയാണ്. പ്രേം ജീവൻ കാ അമൂല്യ ഹെ. പ്രേം ജീവൻ മേ അമൂല്യ ഹെ. വെരി ഗുഡ്. മിസ് ഇന്ന് പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. 7 മണി ആവുമ്പോഴായിരിക്കും. 7 മണി കഴിയുമ്പോൾ ടീച്ചർ വരും. ടീച്ചർ ഇവിടെ ആഡ് ഓൺ ആവും. ഓക്കെ, ഇൻഫോം ചെയ്യുമ്പോൾ ടീച്ചറോട് ക്ലാസ്സിൽ കാണാൻ പറ്റും. ടീച്ചർ വരും കേട്ടോ. ഓക്കെ, പ്രേം നഹി തോ ദുനിയാ നഹി. അതും ശരിയാണ് നന്ദകിഷോർ. പ്രേം നഹി തോ ദുനിയാ നഹി. അത് ഞാൻ എഴുതിയിട്ടുണ്ട്, അതിന് മുമ്പ് ഇല്ലാലെ. അപ്പൊ കിട്ടിയോ? കുറെയൊക്കെ കിട്ടിയില്ലേ? പ്രേം നഹി തോ ജീവൻ നഹി എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രേം നഹി തോ ദുനിയാ നഹി. നോക്കിയേ എന്തോരം പോയിന്റ്സ് അവിടെ വന്നേ നോക്കിയേ. നിങ്ങൾ തന്നെ ഷെയർ ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തോരം പോയിന്റ്സ് ആ വന്നേ. പ്രേം ആപ്കോ ഓർഗ് ഹേങ്ങ. ടീച്ചർക്ക് അത് മനസ്സിലായില്ല. എന്തിനെ പറ്റിയ മീറ്റിംഗ് റിവിഷൻസിനെ കുറിച്ച് പറയാനായിരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരന്റ്സുമായിട്ട്. പ്രേം നഹി തോ സംസാർ നഹി. ദുനിയാനെ തന്നെ മാറ്റി അല്ലേ. ഓക്കെ, അപ്പോ ക്ലിയോൻ എന്താണ് ക്ലിയോന്? അപ്പൊ ഈ സെന്റൻസുകൾ നിങ്ങൾ എഴുതിയെടുത്തോ? അതിനുശേഷം ടീച്ചറെ കറക്റ്റ് ടീച്ചർ എഴുതിയേക്കുന്ന കാണിച്ചു തരാം. എന്താ ക്ലിയോൻ? ഇവിടെ പോയി ക്ലിയോനെ കാണില്ലല്ലോ. ക്ലിയോൻ ഹാൻഡ് റൈസ് ചെയ്തോണ്ട് ചോദിച്ചത് എന്താ? ആൽഫ്രഡ് എന്താ? ആൽഫ്രഡ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നേ? ടീച്ചർ വന്നു. ആര്യ മാം എത്തിയിട്ടുണ്ട്. 1 സെക്കൻഡ്. മീറ്റിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 1 സെക്കൻഡ്. ഇല്ല, കുഴപ്പമില്ല. കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് മാം. ജസ്റ്റ് ലോഗോ ഇട്ടു. ഹായ്, ഹലോ എവ്രിവൺ. എല്ലാവരും ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഇടയിലാണ് നമ്മുടെ മീറ്റിംഗ് വെച്ചിരിക്കുന്നത് അല്ലെ നമ്മള്. യെസ്, അപ്പൊ ഈ സമയത്താണ് പാരന്റ്സിനെ ഒക്കെ നമുക്ക് ഒന്ന് കാണാൻ പറ്റുക. അതുകൊണ്ടാണ് ഈ സമയം ഇടയിൽ വെച്ചേക്കുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ക്യാമറ ഒക്കെ ഓൺ ആക്കി വെച്ച്. കുറെ പേര് എന്റെ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നത്. പാരന്റ്സിനെ ഒന്ന് വിളിക്കാമോ? എല്ലാ മക്കളും പാരന്റ്സിനോട് ഒന്ന് വന്നിരിക്കാൻ പറയൂ. വേഗാവട്ടെ കേട്ടോ. എല്ലാവരും പാരന്റ്സിനെ ഒന്ന് അടുത്തേക്ക് വിളിക്കൂ. ഹാൻഡ് റൈസുകൾ ടീച്ചർ കാണുന്നുണ്ട്. സൂര്യ മിസ്സിനോടുള്ള ഡൗട്ട് ആയിരിക്കും അല്ലെ. ടീച്ചർ ഇപ്പൊ വരും കേട്ടോ. ഒരു 5 minutes. വേഗം നമ്മുടെ മീറ്റിംഗ് നമുക്ക് തീർക്കാം. എല്ലാരും ക്യാമറ ഓൺ ആക്കി വെക്കൂ. പാരന്റ്സിനെ ഒന്ന് അടുത്തിരുത്താമോ? അൽവിൻ, പാരന്റിനെ ഒന്ന് വിളിക്കാമോ? കൃഷ്ണപ്രഭ, പാരന്റ് ഉണ്ടോ അടുത്ത്? ക്യാമറ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണേ. പാരന്റിനെ കൂടെ കാണാൻ പറ്റുന്ന പോലെ വെക്കൂ. സോണി, പാരന്റിനെയും കൂടെ കാണാൻ പറ്റുന്ന പോലെ വെക്കൂ കേട്ടോ. ആൽഫ്രഡ്, പാരന്റ് എവിടെ? ആൽഫ്രഡ്
ഇപ്പൊ വരും അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ, 1 minute. ഓക്കെ ഓക്കെ നത്താനിയ, വേഗം വിളിക്കൂ, വേഗം ഫിനിഷ് ചെയ്യാം. വന്ന പാരന്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാ, ജസ്റ്റ് 2 minutes. എല്ലാവരും പാരന്റ്സ് ഒന്ന് വന്നോട്ടെ. അദ്വൈത് വിളിച്ചോ? പാരന്റിനെ വിളിച്ചോ? അദ്വൈത്, റുഫ. ഓക്കെ, ആത്തികേഷിന്റെ പാരന്റ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കണു. റയാന്റെ പാരന്റ് ഉണ്ട് അടുത്ത്. ഓക്കെ ഫൈൻ. എല്ലാരും വിളിക്കുക പാരന്റ്സിനെ കേട്ടോ, എല്ലാരും. വേദിക പാരന്റ് ഉണ്ടോ അടുത്ത്? വിളിക്കൂ, പാരന്റിനെ വിളിക്കൂ. ആരെയാണെച്ചാൽ എൽഡറായിട്ട് വീട്ടിൽ ആരാ ഉള്ളതെന്ന് വെച്ചാല് അമ്മമ്മയോ ചച്ചനോ ചേട്ടനും ചേച്ചി വേണ്ട, വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിക്കും. ശരിയില്ല. ഓക്കെ ഫൈൻ. എല്ലാരും ക്യാമറ ഓൺ ആക്കി വെക്കോ. നേഹ, അക്സ, നോമിക, അനശ്വർ, നിങ്ങളൊക്കെ ക്യാമറ ഓഫ് ഇൻഫോംഡ് ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ മുന്നും ഞാൻ പാരന്റ്സ് മീറ്റിംഗ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഐ തിങ്ക് പാരന്റ്സിന് തന്നെ പരിചയം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ ആൾക്കാരാണ്, സ്റ്റുഡൻസിനാണ് അറിയാത്തത് അല്ലെ. എന്റെ പേര് ആര്യ എന്നാണ്, ഞാൻ ഇവിടുത്തെ അക്കാഡമിക് എക്സ്പേർട്ട് ആണ്. അപ്പോ നമ്മളുടെ പരീക്ഷ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ക്ലാസ്സിന്റെ ഇടയിലാണ് എങ്കിലും ഒരു 10 minutes എടുത്ത് നമ്മളുടെ ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന റിവിഷൻ ക്ലാസ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പാരന്റ്സിനൊക്കെ പറ്റുന്ന ഒരു സമയം നോക്കിയിട്ടാണ് ഈ ഇടയിൽ ക്ലാസ് ടൈമിലൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോഴേ പിന്നെ 1-2 പാരന്റ്സ് മീറ്റിംഗ് ആയിട്ട് ഇങ്ങനെയാണ് എടുക്കേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് 8 മണിക്കൊക്കെ വെക്കുമ്പോൾ കുറെ പേർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത് കൊണ്ടാണ് ഈ ടൈം ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഓൾറെഡി ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ടൈം ടേബിൾസ് ഒന്നും എത്തിയിട്ടില്ല എങ്കിലും നമ്മൾക്കറിയാം നമ്മുടെ എക്സാം, ആനുവൽ എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർച്ച് ഫസ്റ്റ് വീക്കോട് കൂടിയിട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പൊ അതില് ഹൈസ്കൂളുള്ള സ്കൂളുകളാണെങ്കിൽ, ഇപ്പം മക്കൾ പഠിക്കുന്ന സ്കൂളില് 10ാം ക്ലാസ്സും ഉള്ള സ്കൂളാണെങ്കിൽ അവർക്ക് മാർച്ച് ഫസ്റ്റ് വീക്ക് തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ UP ഒറ്റയ്ക്കായിട്ടുള്ള സ്കൂളുകളാണെങ്കിൽ അവർക്ക് ഒരു മാർച്ച് മിഡോട് കൂടിയിട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ടൈം ടേബിൾസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. വന്നിട്ടില്ല എനിവേ. അപ്പൊ ടൈം ടേബിൾ വരുന്നത് നോക്കി നമുക്ക് റിവിഷൻ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നമ്മുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി ഇംഗ്ലീഷ് ഒരു ക്ലാസ് റിവിഷൻ പോയി കാണും. അപ്പോ റിവിഷൻ ഡേയ്സിൽ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ നോർമലി മുന്നേ ഇവിടെ പോകാറുള്ളത് പോലെ തന്നെയാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്കുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും പ്രീവിയസ് ഡേ. അപ്പൊ അത് നോക്കി എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാൻ പറ്റും. ആ ചാപ്റ്റർ ആദ്യം റിവൈസ് ചെയ്ത് ക്ലാസ്സിലേക്ക് വരിക. കുട്ടികളും അടുത്തുണ്ടല്ലോ അല്ലെ, മക്കളെ നിങ്ങളോടും കൂടിയാണ്. നിങ്ങൾ UP അത്യാവശ്യം ഇപ്പൊ ഹയർ ഗ്രേഡിലൊക്കെ എത്തി, ഇനിയിപ്പോ ആരും അങ്ങനെ പറഞ്ഞു തരുമൊന്നും വേണ്ട അല്ലെ. അപ്പോ അതാത് ചാപ്റ്ററുകൾ, നമ്മൾ ടൈം ടേബിളിൽ തന്നിരിക്കുന്ന ചാപ്റ്ററുകൾ ഒന്ന് ക്യാപ്സ്യൂൾ നോട്ട് നോക്കിയിട്ട് വേണം എല്ലാവരും റിവിഷൻ ഡേയിൽ ക്ലാസ്സിൽ എത്താനായിട്ട് കേട്ടോ. അപ്പൊ ടീച്ചർമാർ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് സെലക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ സമയം അനുസരിച്ച് അതിലെല്ലാ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം. ഇനി 1 മാസം നമ്മുടെ കയ്യിലുണ്ട്. 1 മാസം നല്ല ഭംഗിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്കും തന്നെ മേടിക്കാം. അത്രയ്ക്കേ ഉള്ളൂ പഠിക്കാനായിട്ട്. അപ്പൊ അത് ഈ ഉള്ള സമയം നന്നായിട്ട് യൂസ് ചെയ്യാം. അതിനകത്ത് കേൾക്കുന്നുണ്ടോ? അതിനകത്തിന്റെ പാരന്റ് എവിടെ? അതിനകത്തെ എന്നാ പാരന്റിനൂടെ വിളിച്ചിരുത്തു. ഓക്കെ, അപ്പോ നമുക്ക് അതിൽ 1-2 കൺസേൺസ് നിങ്ങളോട് എല്ലാ മീറ്റിങ്ങുകളും നമ്മൾ പറയുന്നത് തന്നെയാണ്. ഇതിപ്പോ ഈ ഇയറിന്റെ അവസാനത്തെ മീറ്റിംഗ് എത്തി എങ്കിലും പറയേണ്ടി വരികയാണ്. ലീവിന്റെ കാര്യമാണ്. ശനിയാഴ്ചകളും വെള്ളിയാഴ്ചകളും ഇങ്ങനെ ലീവിന്റെ പെർസെന്റേജ് കൂടുന്നത് കുറച്ച് കഷ്ടമാണ്. അപ്പൊ നമുക്കറിയാം ചെറിയ ക്ലാസ് അല്ലേ, ഇപ്പൊ എന്താ ലീവ് എടുത്താൽ അങ്ങനെ ചോദിക്കരുത്. കാരണം ഇത് ട്യൂഷനാണ്, സ്കൂളല്ല. നമ്മള് സ്കൂളിൽ ഇത്രയും നേരം കൊണ്ട് എടുക്കുന്ന കണ്ടന്റ് ആണ് നമുക്ക് ഇവിടെ ആ ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ അത്രയും എക്സ്പ്ലെയിൻഡ് ആയിട്ട് തന്നെയാണ് എല്ലാ ടോപ്പിക്കും എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങളുടെ ലീവ് ഭയങ്കരമായിട്ട് പെർസെന്റേജ് കൂടുന്നത് ക്ലാസ് ടീച്ചേഴ്സ് നമ്മളോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ പാരന്റ്സിന് ലീവുള്ള ദിവസം കുട്ടികളുടെ ലീവും പെർസെന്റേജ് കൂടുന്നത് കുറച്ച് പ്രശ്നമാണ്. അപ്പൊ അതൊന്ന് പാരന്റ്സ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആണ്, നമുക്ക് എവിടെയാണെങ്കിലും ഫോൺ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ ജോയിൻ ചെയ്താൽ ക്ലാസ്സിൽ കയറാൻ പറ്റും. അപ്പൊ അതിൽ മാക്സിമം പറ്റുന്നത് പോലെ നമ്മൾ ലീവുകൾ അവോയ്ഡ് ചെയ്യുക. ഇനി ഒരു മാസമാണ് നമ്മുടെ ഈ ഒരു വർഷത്തെ ഫുൾ കാര്യങ്ങൾ നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അതിനൊരു മാസമാണ് കയ്യിലുള്ളത്. അതൊന്ന് മാക്സിമം നമ്മുടെ കൂടെ മക്കളെ ഒന്ന് കിട്ടുകയാണെങ്കിൽ
നമുക്ക് അത്രയും ഫ്രൂട്ട്ഫുൾ ആക്കി നമുക്ക് നല്ല പെർസെന്റേജോട് നമുക്കൊരു എന്താ പറയാ നമുക്കൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്ര അത്യാവശ്യമാണ്. അപ്പൊ അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഈ ലീവിന്റെ പെർസെന്റേജ്. ലീവ് ഇങ്ങനെ കൂടുക എന്ന് പറയുന്നത് അതിപ്പോ ഞാനൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞാൽ തന്നെ മനസ്സിലാവും എത്ര പേരാണ് ശനിയാഴ്ചകളിൽ ഇങ്ങനെ ലീവ് എടുക്കുന്നത്. ശനി മാത്രമല്ല വെള്ളിയാഴ്ച ഉണ്ട് ഇപ്പൊ ആ ഒരു ട്രെൻഡ്. അപ്പൊ സ്കൂളിൽ മുടക്കുള്ളതിനനുസരിച്ച് ട്യൂഷനും കൂടെ മുടക്കാക്കരുത്, അതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോ ആ ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഞായറാഴ്ചകളൊക്കെ ഇനി ഉപയോഗിച്ചു തുടങ്ങാം. നമ്മൾ മാക്സിമം ഞായറാഴ്ച ക്ലാസ്സുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് ചെറിയ പോർഷൻ്റെ ഒക്കെ മിസ്സിങ് വരുമ്പോൾ നമുക്ക് സൺഡേയും എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോ ശനിയാഴ്ച ഇങ്ങനെ ലീവ് എടുക്കല് തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഞായറാഴ്ചത്തെ കാര്യം പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ടാണ് പാരന്റ്സിനോടേ പറയാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ വേണം, കാരണം ചെറിയ ക്ലാസ്സുകളിൽ നമുക്ക് വേറെ ആരോട് പറയാനില്ല, നിങ്ങളോട് തന്നെ പറഞ്ഞാലാണ് കാര്യം നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് മാക്സിമം ലീവുകൾ ഒഴിവാക്കുക. നമുക്ക് എല്ലാ ദിവസങ്ങളും ഇവിടെ ക്ലാസ് ഉണ്ട്, നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ക്ലാസ് ഉണ്ട്, ടൈം ടേബിൾ നമ്മൾ ഓൾറെഡി പുഷ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ കാര്യങ്ങളും കൂടി ഒന്ന് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം, കുട്ടികളുടെ ലീവിന്റെ കാര്യം. പിന്നെ അതുപോലെ തന്നെ ലെസ് ടൈമിന്റെ കാര്യം. ഈ ലെസ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫാൻസി വാക്കാണ്. സംഭവം ക്ലാസിന്റെ ഇടയിൽ നിന്ന് ലെഫ്റ്റ് ആവുന്ന ആൾക്കാരാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി നമ്മൾ ടൈം ടേബിളിൽ ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം കൂടിയെങ്കിലേ ഉള്ളൂ, ഒരിക്കലും അതിനേക്കാൾ കുറവിൽ ക്ലാസ് നിർത്താൻ പാടില്ല, ഇവിടെ ആരും നിർത്തുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്തിന് മുന്നേ ആരെങ്കിലും ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആയി വരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് പാരന്റെങ്കിലും ഒന്ന് ചോദിക്കാം. ഓക്കെ, എന്താണ് അങ്ങനെ ലെഫ്റ്റ് ആയി പോരുന്നതെന്ന്. അപ്പൊ അങ്ങനെ കുറച്ച് പേരാ, ഒരുപാട് പേരൊന്നും ഇല്ല, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് വിളിക്കുന്നുണ്ടാവും, പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും ആ കാര്യം. അപ്പോൾ ഫുൾ ടൈം ക്ലാസ്സിൽ ഇരിക്കാൻ പറയാ. നമ്മൾ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അപ്പോഴാണ് അത് ഒന്ന് ചെയ്ത് പഠിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഉപകാരം കിട്ടുക. ക്വസ്റ്റ്യൻ ബാങ്ക് മാത്രം കൈ വെച്ചിരുന്നിട്ട് കാര്യമില്ല. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ നമ്മുടെ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന നേരത്തെ ആൾക്കാർ ക്ലാസ്സിൽ വേണം. അപ്പോ ലീവിന്റെ കാര്യം ഇതുപോലെ തന്നെ ക്ലാസ്സിന്റെ ഇടയിൽ നിന്ന് സ്കിപ്പായി പോകുന്ന കാര്യങ്ങളൊക്കെ പാരന്റ്സിനോടാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അതൊന്ന് നമ്മുടെ ആനുവൽ എക്സാം ആയി ഒരു മാസമാണ് നമ്മുടെ കയ്യിൽ കഷ്ടിച്ച് നമ്മുടെ കയ്യിലുള്ളത്. ആ ഒരു മാസം നല്ല വൃത്തിക്ക് പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്കിൽ പാസ്സാവാം. ഇപ്പൊ പല സ്കൂളുകളിൽ എനിക്ക് ഉറപ്പാണ് റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഇനിയും ഒരുപാട് സമയം എടുക്കും. റിവിഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്യേണ്ട നേരം പോലും ആയിട്ടുണ്ടാവില്ല. നമ്മൾ ഒരു മാസം മുന്നേ ഈ റിവിഷനും കാര്യങ്ങളൊക്കെ ഇത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോഷ്യലൊക്കെ ഒന്ന് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും, അത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ടേം 1 നമുക്ക് പഠിക്കണ്ട, ഇപ്പൊ ടേം 3 മാത്രം പഠിച്ചാൽ മതി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ നല്ലൊരു സ്കോർ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ടേം 1 മുതൽ പഠിക്കണം. കാരണം ഒരു ആക്ടിവിറ്റി എങ്കിലും ഒക്കെ ടേം 1 നിന്നും 2 നിന്നൊക്കെ എക്സാമിന് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യാന്നുള്ള ഒരു നീഡോട് കൂടിയിട്ടാണ് നമ്മള് നമ്മുടെ പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കുന്നത്. അപ്പൊ പാരന്റ്സും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അത് പാരന്റ്സിനെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പലപ്പോഴും പാരന്റ്സിന് ഇവിടെ ടീച്ചേഴ്സ് ആയാലും വിളിച്ചാൽ കണക്ട് ആവുന്നില്ല, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ പറയുന്നുണ്ട് നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ്. അപ്പൊ ഒരു പാരന്റ്സ് മീറ്റിംഗിലൂടെ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഒരു 10 മിനിറ്റ്സ് ക്ലാസ്സിന്റെ ഇടയിൽ നിന്ന് പിടിച്ച് കയറിയിരിക്കുകയാണ്. സൂര്യ മിസ്സിന്റെ റിവിഷൻ ടൈം ആണ് എനിവേ. അപ്പൊ ഈ സമയത്താണ് പാരന്റ്സും ഉണ്ടാവുക, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എല്ലാ പാരന്റ്സും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനാഥിന്റെ അമ്മ അതിനാഥ് പറഞ്ഞു തരും കേട്ടോ. ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞിരുന്നു. അതിനാഥിന് എനിക്കിവിടെ ക്യാമറയിൽ കാണാം, അതിനാഥ് അവിടെ എന്താ ചെയ്യണേന്ന്. അതുകൊണ്ടാണ് ഞാൻ അമ്മേനോടൊന്ന് വിളിച്ചിരുത്താൻ പറഞ്ഞത്. ഓക്കെ, അപ്പോ നമ്മൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പാരന്റ്സിനെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. എന്ത് ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യാം. നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് നിങ്ങൾക്ക് അറിയാം, കോണ്ടാക്ട് ഉണ്ട്, അവരായിട്ട് വിളിച്ച് നമ്മളൊന്ന് കണക്ട് ചെയ്ത് തരാൻ പറയാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യുമെന്ന് വിചാരിക്കണം. ഞാൻ സൂര്യ മിസ്സിന് ഹാൻഡ് ഓവർ ചെയ്യാൻ ടീച്ചറുടെ ക്ലാസ് ആണ്. അപ്പൊ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഇൻ ബിറ്റ്വീൻ ഒരു പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ ഇതുപോലെ ഫിക്സ് ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ ക്ലാസ് ടീച്ചർ ത്രൂ നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്. ടീച്ചർ ഒന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കത് കണക്ഷൻ അങ്ങനെ കോൾ അവർ അറേഞ്ച് ചെയ്ത് തരും. അതല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടായാലും നമ്മൾ ഇൻഫോം ചെയ്യാവുന്നതാണ് കേട്ടോ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ശരി. യെസ്, ഹായ്. ഇപ്പൊ ടീച്ചർ പറഞ്ഞത് കേട്ടല്ലോ അല്ലെ? എല്ലാവരും
ഹാരി മിസ് പറഞ്ഞത് കേട്ടല്ലോ അല്ലെ? മിസ് റിമൂവ് ചെയ്യല്ലേ, ക്യാമറയ്ക്ക് ഒന്നും എന്തോ പറ്റിയിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ യെസ് അദ്രിനാഥേ, എല്ലാം ഹാരി മിസ് പറഞ്ഞ കേട്ടോ? അദ്രിനാഥേ ഒന്ന് അൺമ്യൂട്ടായേ. എന്തൊക്കെ ടീച്ചർ പറഞ്ഞേ? പിന്നെ പാരന്റ്സിനോട് ഓക്കെ യെസ്. അപ്പൊ എല്ലാ കാര്യങ്ങളും അമ്മയുടെ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും ഇപ്പൊ ലെസ് ടൈം ഒക്കെ കുറയ്ക്കുക, എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, ലീവുകൾ മാക്സിമം ഒഴിവാക്കുക. എല്ലാവർക്കും മനസ്സിലായല്ലോ എല്ലാം പറഞ്ഞത്? ഓക്കെ, സോ നമുക്കപ്പോ കണ്ടിന്യൂ ചെയ്താലോ? അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ പോയിന്റ്സ് ആണ് ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാ? ജീവൻ മേ പ്രേം കാ ബഹുത് മഹത്വ ഹെ, ലൈഫില് സ്നേഹത്തിന് ഒരുപാട് മഹത്വമുണ്ട്. പ്രേം ഹമാര ലോക് ഹെ, സ്നേഹം നമ്മുടെ ലോകമാണ്. പ്രേം നഹി തോ ദുനിയ നഹി, സ്നേഹമില്ലെങ്കിൽ ഈ ലോകമില്ല. പ്രേം താക്കത്വർ മൂല്യ ഹെ, സ്നേഹം ഒരു ശക്തമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു വാല്യൂ ഉള്ള ഒരു സാധനമാണ്. പ്രേം നഹി തോ ഹം നഹി, സ്നേഹമില്ലെങ്കിൽ നമ്മളില്ല. പ്രേം കെ സിവ ഓർ കുച്ച് നഹി, നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ സ്നേഹമില്ലെങ്കിൽ ഈ ലോകത്ത് ഒന്നുമില്ല. പ്രേം ഹമാര മാ ഹെ, സ്നേഹം നമ്മുടെ അമ്മയാണ്. പ്രേം ഹമാര പരിവാർ ഹെ, സ്നേഹം നമ്മുടെ ഫാമിലിയാണ്. പ്രേം അമൂല്യ ഹെ, സ്നേഹം അമൂല്യമാണ്. ഇത്രയും പോയിന്റ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5-6 പോയിന്റ്സ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പല്ലേ? എളുപ്പല്ലേ അത്? ബുദ്ധിമുട്ടുള്ളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി ടീച്ചറ് ചാപ്റ്ററിൽ ടീച്ചർ റെഡിയാക്കിയ ലഘുലേഖയിലേക്ക് പോവാണ്. ഓക്കെ, ഇതിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ധർത്തി മേ പ്രേം സബ്സെ താക്കത്വർ മൂല്യ ഹെ. അപ്പൊ നമുക്കൊരു ലഘുലേഖ തയ്യാറാക്കുമ്പോൾ വി ഹാവ് ടു ഗിവ് ദർ എ ഹെഡിങ്. ആ ഒരു ചാപ്റ്ററിൽ ആ ഒരു സബ്ജക്റ്റിൽ എന്താണ് നമുക്ക് ടോപ്പിക് തന്നിരിക്കുന്നത്, നമുക്ക് അവിടെ എന്ത് കൊടുക്കണം? ഒരു ഹെഡിങ് അതിന് റിലേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. എന്താണ് നമുക്ക്, എന്തിനെ കുറിച്ചാണ് നമുക്ക് ലഘുലേഖ എഴുതാൻ തന്നിരിക്കുന്നത്, അതിനൊരു ഹെഡിങ് കൊടുക്കണം. ഇവിടെ ടീച്ചർ കൊടുത്തിരിക്കുന്നത് എന്താ? ധർത്തി മേ പ്രേം സബ്സെ താക്കത്വർ മൂല്യ ഹെ. ഓൾറെഡി നമ്മുടെ ഈ ഹെഡിങ് ഓൾറെഡി ഇതിലുള്ളതാണ്, നമുക്ക് തന്നിരിക്കുന്നതാണ്, ക്വസ്റ്റനിൽ തന്നെ തന്നിരിക്കുന്നത് കണ്ടോ? ധർത്തി മേ പ്രേം സബ്സെ താക്കത്വർ മൂല്യ ഹെ. അത് തന്നെ നമ്മൾ എന്തായിട്ട് കൊടുത്തു? ഹെഡിങ് ആയിട്ട്. ആ വിഷയം സബ്ജക്റ്റ് അവിടെ ഹെഡിങ് ആയിട്ട് കൊടുത്തു കണ്ടോ? അതായത് ഈ ഭൂമിയിൽ സ്നേഹമാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് സാധനം. എന്താ നോമിക കുട്ടി, ഓൾറെഡി 5 മിനിറ്റ് മീറ്റിങ്ങും ബ്രേക്കും ഒക്കെ ആയിട്ട് കിട്ടിയതല്ലേ? ഇനി ഞാൻ ഇങ്ങനെ ബ്രേക്ക് തരാം, 8 മണിക്ക് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഇങ്ങനെ ടീച്ചർക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഇനി എന്താ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ ടീച്ചർ ഇനി അതിനിടയിൽ ബ്രേക്ക് തരും? ഓക്കെ, അപ്പൊ ഇത് എഴുതാണെങ്കിൽ നല്ല കാര്യം, എഴുതി പഠിക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താ? പ്രേം സെ ലോഗോ കെ ബീച്ച് സംബന്ധ് ബഡ്താ ഹെ. സ്നേഹം കൊണ്ട് ആളുകൾക്കിടയിൽ, ലോഗോ കെ ബീച്ച് മീൻസ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് പീപ്പിൾ ആൾക്കാരിടയിൽ സംബന്ധ് ബഡ്താ ഹെ, ആ റിലേഷൻ ഇൻക്രീസ് ആകുന്നു. സ്നേഹം ആൾക്കാർക്കിടയിലുള്ള ആ ഒരു ബന്ധത്തെ വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ് ആണ് ഫസ്റ്റ് സെന്റൻസ്. ഇത് നമുക്ക് ഓൾറെഡി ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ് തന്നെയാണ്. കണ്ടോ? പ്രേം സെ ലോഗോ കെ ബീച്ച് സംബന്ധ് ബഡ്ന, ആ പോയിന്റിനെ തന്നെ ടീച്ചർ എന്താക്കിയത്? ഒന്ന് സെന്റൻസ് ആക്കി കംപ്ലീറ്റ് ചെയ്തതാണ്. എന്താ? പ്രേം സെ ലോഗോ കെ ബീച്ച് സംബന്ധ് ബഡ്താ ഹെ. കണ്ടോ? ഇനി എന്താ? പ്രേം സെ മനുഷ്യത ജീവൻ മേ കായം രഹത്താ ഹെ. സ്നേഹം കൊണ്ട് മനുഷ്യത, നമ്മുടെ ലൈഫിൽ മനുഷ്യത്വം എന്താ? കായം രഹത്താ ഹെ എന്ന് പറഞ്ഞാൽ സർവൈവ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അത് കാത്ത് രക്ഷിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കായം രഹത്താ ഹെ എന്ന് പറഞ്ഞു. ഇനി എന്താ? പ്രേം സെ ദോസ്തി ബഡ്താ ഹെ. സ്നേഹം കൊണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കൂടുന്നു. ദോസ്തി മീൻസ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ്, മിത്രത ബഡ്താ ഹെ, സ്നേഹം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കൂട്ടുന്നു എന്നാണ് പറയുന്നത്. ഇനി എന്താ? ആപ്പസ് മേ പ്രേം ഹോനെ സെ ഹി സബ് മേ സഹായത കർനെ കാ മനോഭാവ് ഹോത്താ ഹെ. പരസ്പരം, ആപ്പസ് മേ പ്രേം, പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് എന്താ? സബ് മേ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും, എല്ലാ ആളുകളിലും, സഹായത കർനേക്ക, സഹായിക്കാനുള്ള ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഓക്കെ, ഹെൽപ്പിംഗ് മെന്റാലിറ്റി, മനോഭാവം എന്ന് പറഞ്ഞാൽ ആ ഒരു മനോഭാവം, മെന്റാലിറ്റി എന്നാണ് അർത്ഥം. ഓക്കെ, സ്നേഹിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകുന്നത് എപ്പോഴാണ്? പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാകും. ഓക്കെ, 7:30 ആകുമ്പോൾ ഞാനൊരു 5 മിനിറ്റ് ബ്രേക്ക് തരാം. 8 മണി വരെയാണ് നമ്മുടെ സെഷൻ. 7:30 ആകുമ്പോൾ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് കേട്ടോ.
തരാം. ഓക്കെ, 7 ആവട്ടെ, 7:21 ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി നോക്കി, പ്യാർ ഹി സബ്കോ ഇസ് ദുനിയ മേ ജീനെ കെ ലിയെ പ്രേരിത് കർത്താ ഹൈ. അടുത്ത സെന്റൻസ് എന്താ? പ്യാർ ഹി, പ്യാർ എന്ന് പറയുന്നത് സ്നേഹമാണ്, അല്ലെങ്കിൽ പ്രേം ഹി സബ്കോ എല്ലാവരെയും, ഇസ് ദുനിയാമേ ഈ ലോകത്ത്, ജീനെ കെ ലിയെ ജീവിക്കാൻ വേണ്ടി, പ്രേരിത് കർത്താ ഹൈ. പ്രേരിത് കർണ എന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുക, നമ്മളെല്ലാവരെയും കമ്പൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പുഷ് ചെയ്യുന്ന, ഈ ലോകത്ത് ജീവിക്കണം എന്നുള്ളൊരു മനോഭാവം, അല്ലെങ്കിൽ നമ്മൾ പ്രേരിപ്പിക്കുന്നത് എന്താണ്? സ്നേഹമാണെന്നാണ് റൈറ്റർ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ? പ്രേം കി കാരൺ ഹി ധർത്തി ബച്ചി ഹുയി. സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ ഒരു ഭൂമി തന്നെ ഇവിടെ ഉള്ളത്. ബച്ചി ഹുയി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി തന്നെ ഉണ്ടാവാൻ കാരണം സ്നേഹമാണെന്നാണ് പറയുന്നത്. യഹ് സബ്സെ താക്കത്വർ മൂല്യ ഹൈ. ഇത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വാല്യൂ ഉള്ള ഒരു സാധനം, വാല്യൂ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്? സ്നേഹം എന്ന്. ഇനി ഇത് നിങ്ങൾക്ക് പഠിക്കാം. ഇതിന്റെ കൂടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു 5-6 പോയിന്റും കൂടെ ആഡ് ചെയ്താൽ നല്ലൊരു വലിയൊരു ലഘുലേഖ കിട്ടിയില്ലേ? കിട്ടിയില്ലേ കുഞ്ഞുങ്ങളെ? കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? വലിയ ടഫ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇതിലെ കുറച്ചും കൂടി 2-3 സെന്റൻസ് സിമ്പിൾ ആയിട്ട് പഠിക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിൽ 2-3 സെന്റൻസ് പഠിച്ചു വെക്കാം. ഒരു ഹെഡിങ് തന്നിരിക്കുന്ന സബ്ജക്ട് തന്നെ ഹെഡിങ് കൊടുത്താൽ നമ്മുടെ ലഘുലേഖ ചോദിച്ചാൽ സെറ്റായി. സ്നേഹത്തെ കുറിച്ചുള്ള ലഘുലേഖ ചോദിച്ചാൽ ഇവിടെ പെർഫെക്റ്റ് ആയി. അല്ല ആൽഫ്രഡ്, ആദർശ്, മുഹമ്മദ് റബ, ആരോൺ, ഫ്രിഡ, അദ്രി, ക്ലിയർ അല്ലേ? ദേവനന്ദ്, ആൽഫ, ആഗ്നസ്, സഫാറിൻ, അൽവിൻ, റയാൻ, യുവാൻ. റയാന്റെ വീഡിയോ കാണുന്നില്ലല്ലോ. കിട്ടി, കുറച്ച് പഠിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. കുറച്ച് ഇപ്പൊ പഠിക്കാം, പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാൻ എളുപ്പമാണ് കുഞ്ഞുങ്ങളെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഒന്ന് അതിനു വേണ്ടി ഒരു കുറച്ച് സമയം ചിലവഴിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അൽവീന ക്ലിയർ അല്ലേ? അൽന, മുഹമ്മദ് റൂയിസ് ക്ലിയർ ആയോ? സൂര്യരാജ്, ജിയ, അഹല്യ, അനന്യ, അർഷാദ് എഴുതി കഴിഞ്ഞോ? കൈലാസ്, മൻഹ അവിടെ കിടന്ന് എന്താ കാണിക്കുന്നത്? അഴയം കിടന്ന് വീഴാനാണോ? മൻഹയുടെ അനിയനാണോ അവിടെ കിടന്ന് അഴയം ആടുന്നത്? മൻഹക്കുട്ടി ഇവിടെ കിടക്കായിരുന്നോ? അല്ല, മൻഹനെ കാണാൻ പറ്റുന്നുണ്ടായില്ല. അനിയൻ അഴയെ കിടന്നു വീഴുന്ന് പറയൂട്ടോ. അഴ പൊട്ടിയാ താഴെ വീഴേ, ഒന്ന് നോക്കി ശ്രദ്ധിക്കാൻ പറയൂ. നിരഞ്ജന, മനസ്സിലായോ? ഓക്കെ, സോ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. അച്ഛ എഴുതി കഴിഞ്ഞോ? യെസ്, ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. എന്താ? പോസ്റ്റർ ആണ്. പേടിക്കേണ്ട, പോസ്റ്റർ ചോദിച്ചാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെന്റൻസുകളില്ലേ, അത് തന്നെ ഒരു 2-3 എഴുതി വെക്കാം. എന്നിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യാം? ഒരു ഹാർട്ടിന്റെ ചിഹ്നമൊക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കാം. സ്നേഹം, അല്ലെങ്കിൽ അമ്മേനെയും കുഞ്ഞിനെയൊക്കെ വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ അതിന്റെ ഒക്കെ എന്തെങ്കിലും ഒരു സിമ്പിൾ ഒക്കെ കാണിച്ച് ഒരു ഹാർട്ടിന്റെ ഷേപ്സ് ഒക്കെ വരച്ചു കൊടുത്താൽ നമ്മുടെ പോസ്റ്റർ റെഡിയായി സ്നേഹത്തെ കുറിച്ച്. അതിൽ എന്തൊക്കെ എഴുതാം? പ്രേം ജീവൻ കാ ആധാർ ഹെ. സ്നേഹം നമ്മുടെ ലൈഫിന്റെ അടിസ്ഥാനമാണ്. പ്രേം മാനവീയത കാ അന്യ രൂപ ഹെ. സ്നേഹം മനുഷ്യത്വത്തിന്റെ മറ്റൊരു രൂപമാണ്. മാനവീയത എന്ന് പറഞ്ഞാൽ മനുഷ്യത അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയുടെ വേറൊരു വേർഡാണ് മാനവീയത എന്ന് പറഞ്ഞാൽ. ഇനി എന്താ? പ്രേം കെ സിവ ഓർ കുച്ച് നഹി. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. ജീവൻ മേം, ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹമല്ലാതെ ഒന്നുമില്ല. ക്ലിയർ ആയോ? നേരത്തെ പഠിച്ച സെയിം പ്രേം നഹി തോ ജീവൻ നഹി. പ്രേം ദുനിയാ കെ സബ്സെ താക്കത്വർ മൂല്യ പ്രേം ഹെ. എന്ത് സെന്റൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്നേഹത്തെ കുറിച്ച് കൊടുക്കുക. ഒരു ബോക്സ് വരയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലെ റൗണ്ട് ചെയ്യുക. ഈ സെന്റൻസുകൾ അവിടെ കറക്റ്റ് ആയിട്ട് എഴുതുക. എന്നിട്ട് എന്തെങ്കിലും ഇമേജസ് ഒക്കെ വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ നല്ല ഭംഗിയിലൊക്കെ വരച്ച് ചോദിച്ചാൽ ഈ പോസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. ക്ലിയർ ആണോ? ക്ലിയർ ആയ ഒരു ക്വസ്റ്റ്യൻ. തൻഹ ക്ലിയർ ആണോ? മുഹമ്മദ് തൻഹ, വൈഗ കെ, ആരാധ്യ, അനീറ്റ, മനോജ്, നന്ദകിഷോറെ. വൈഗ കെ തല തിരിഞ്ഞാണല്ലോ ഇരിക്കുന്നത്. ഏഞ്ചൽ കെ ബാബു ക്ലിയർ ആയോ? നിസാന, അൽസ, ദ്വിതീയ എഴുതി കഴിഞ്ഞോ? എഴുതിക്കൊണ്ടിരിക്കുന്നു. ദക്ഷിൺ എഴുതി കഴിഞ്ഞോ? നേരത്തെ ഞാൻ ഇത് തന്നെ നിങ്ങളോട് എഴുതാൻ പറയും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സുകൾ തന്നെ നിങ്ങൾക്ക് പോസ്റ്ററിലും ആഡ് ഓൺ ചെയ്യും. ഇത് തന്നെ എഴുതാൻ ടീച്ചർ പറയില്ല. നമ്മൾ നേരത്തെ ഇവിടെ ഡിസ്കസ് ചെയ്തില്ലേ കുറച്ച് പോയിന്റുകൾ, നിങ്ങൾ ഷെയർ ചെയ്ത കുറച്ച് പോയിന്റ്സുകൾ ഉണ്ടല്ലോ, ഇത് തന്നെ നിങ്ങൾക്ക് പോസ്റ്ററിൽ യൂസ് ചെയ്യാം. 2-3 സെന്റൻസ് പോസ്റ്ററിൽ എഴുതാൻ യൂസ് ചെയ്യാം. ഓക്കെ, ഒന്നും കൂടെ എന്തൊന്നും കൂടെ? ഇതാണോ ഒന്നും കൂടെ എന്ന് പറയാൻ പറഞ്ഞത്? പ്രേം ജീവൻ കാ ആധാർ ഹെ.
സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ അടിസ്ഥാനമാണെന്നാണ്. പ്രേം മാനവീയത കാ അന്യരൂപ്. പ്രേം മാനവീയത എന്ന് പറഞ്ഞ ഹ്യൂമാനിറ്റി ആണ് കേട്ടോ, മനുഷ്യത്വം, ഹ്യൂമാനിറ്റി. അന്യരൂപം എന്ന് പറഞ്ഞാൽ മറ്റൊരു രൂപം എന്നുള്ളൊരു മീനിങ് ആണ് അന്യരൂപം. പ്രേം കെ സിവ ഓർ കുച്ച് നഹി ജീവൻ മേ. സ്നേഹത്തിന് പകരമായി വേറെ ഒന്നുമില്ല ഈ ജീവിതത്തിൽ എന്നാണ് അർത്ഥം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ദക്ഷിണ ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ അല്ലെ, ദക്ഷിണ എന്ന് ദക്ഷിൺ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കണ്ടോ, ഹം ദൂസരോം സെ സ്നേഹിൽ വ്യവഹാർ കർണ ഹെ. നമ്മുടെ ഓൾറെഡി നമ്മുടെ ചാപ്റ്ററിലുള്ള ആക്ടിവിറ്റി ആണ്. ചാപ്റ്ററിൽ തന്നിരിക്കുന്ന ലഘുലേഖ എഴുതാനുള്ള ഒരു ആക്ടിവിറ്റി ആണ്. അതായത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് സ്നേഹിൽ വ്യവഹാർ എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടു കൂടി നമ്മൾ പെരുമാറണം. വ്യവഹാർ എന്ന് പറഞ്ഞാൽ നമ്മള് പെരുമാറുന്നതിനെയാണ് വ്യവഹാർ എന്ന് പറയാം. അപ്പൊ നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോട് പെരുമാറണം. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ലഘുലേഖ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം പോയിന്റ്സ് തന്നെ നിങ്ങൾക്ക് ഇവിടെയും എഴുതാം. എന്തൊക്കെ പിന്നെ ഇവിടെ ടീച്ചർ കുറച്ചും കൂടി വേറെ ഡിഫറെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓൾറെഡി അതിൽ തന്നിരിക്കുന്ന പോയിന്റ്സ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ എന്തൊക്കെ കൊടുത്തിരിക്കുന്നത്? സ്നേഹ കിസി വ്യക്തി യാ ജീവ് കെ പ്രതി പസന്ദ് കി ഭാവന ഹെ. സ്നേഹം എന്ന് പറയുന്നത് കിസി വ്യക്തി, ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ യാ ജീവ്, ഏതെങ്കിലും ജീവിയോടോ തോന്നുന്ന ഒരു സ്നേഹം. പസന്ദ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. നമുക്ക് ഒരാളോടോ അല്ലെങ്കിൽ ഒരു ജീവിയോടോ അല്ലെങ്കിൽ തോന്നുന്ന ഒരു ഇഷ്ടത്തിനെയാണ് നമ്മൾ സ്നേഹ അല്ലെങ്കിൽ പ്രേം എന്ന് പറയാം. ഏക് വ്യക്തി കെ മൻ മേ കിസി കെ പ്രതി സ്നേഹ ഹൈ തോ ഉസേ സദ്വ്യവഹാർ കരേഗ. നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ, നമുക്കൊരു സാധനത്തോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ ചെയ്യും? അതിനോട് എപ്പോഴും നമ്മൾ നല്ലതേ ചെയ്യും. നമ്മൾ അതിന് നല്ലത് വരണമെന്നേ ആഗ്രഹിക്കും അല്ലെ. ഇനി എന്താ? വിഷം പരിസ്ഥിതിയോ മേ പടേ വ്യക്തി സെ സ്നേഹപൂർണ്ണ വ്യവഹാർ കർണ ഹി ഇൻസാനിയത് ഹെ. വിഷം പരിസ്ഥിതിയോ എന്ന് പറഞ്ഞാൽ വിഷമമായിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ദിസ് ഇസ് റൈറ്റ്. ഇത് ഇഷാൻ, ഇത് ടീച്ചർ ക്യാപ്സ്യൂളിൽ തന്നിരിക്കുന്നതാണ് കേട്ടോ. മോൻ ക്യാപ്സ്യൂൾ നോട്ട് നോക്കി എഴുതി എടുക്കുക, അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ നോട്ടിൽ നമ്മുടെ ആക്ടിവിറ്റിയിലുള്ളതാണ്. ഇത് ടീച്ചർ പറഞ്ഞാൽ മനസ്സിലാക്കി എടുക്കുക കേട്ടോ. ഇപ്പൊ മക്കൾ അതൊന്ന് മനസ്സിലാക്കുക. അത് ക്യാപ്സ്യൂൾ നോട്ട് നോക്കി മോൻ നോട്ടിലേക്ക് പകർത്താം കേട്ടോ. ഇവിടെ നോക്കി, വിഷം പരിസ്ഥിതി എന്ന് വെച്ചാൽ വിഷമഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വിഷമമായിട്ടുള്ള പ്രശ്നങ്ങളില് പഴയ വ്യക്തിക്കോ വിഷമ പരിസ്ഥിതിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയോട് സ്നേഹപൂർണ്ണ വ്യവഹാർ കർണ, സ്നേഹപൂർണ്ണ വ്യവഹാർ കർണ ഹി ഇൻസാനിയത് ഹെ. ആ സ്നേഹത്തോടെ പെരുമാറുന്നതാണ് ഇൻസാനിയത് അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്നത്. ഓക്കെ, एक सामाजिक प्राणी होने के नाते मनुष्य को अपने സജീവം സെ ഹമേശ സ്നേഹിത് വ്യവഹാർ കർണ ഹെ. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രാണി, സാമൂഹിക ജീവിക ആയതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടു കൂടി പെരുമാറണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ? एक സാമാജിക് പ്രാണി होने के नाते, നമ്മളൊരു മനുഷ്യനൊരു സാമൂഹിക ജീവി ആയതുകൊണ്ട് മനുഷ്യ അപ്നെ സഹജീവം സെ, നമ്മൾ മറ്റു സഹജീവികളോട്, അത് മനുഷ്യരായിക്കോട്ടെ മറ്റു ജീവികളായിക്കോട്ടെ, ഹമേശ എപ്പോഴും അല്ലെങ്കിൽ ഓൾവേസ് സ്നേഹിൽ വ്യവഹാർ കർണ, സ്നേഹത്തോടു കൂടി നമ്മൾ അവരോട് പെരുമാറണം. സ്നേഹിൽ വ്യവഹാർ സെ ഹം ലാലച്ച് അവിശ്വാസ് और ഹിംസ को മിട്ടാ സക്തേ ഹെ. ഈ സ്നേഹത്തോടെയുള്ളൊരു പെരുമാറുന്നതാണ് എന്ത്? ഹം ലാലച്ച് എന്ന് പറഞ്ഞാൽ ഗ്രീഡിനെസ്, അത്യാഗ്രഹവും, അവിശ്വാസ് ഡിസ്ബിലീഫ്, എന്താ വിശ്വാസമില്ലായ്മ, और ഹിംസ എന്ന് പറഞ്ഞാൽ എന്താ? വയലൻസ്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ സഹജീവികളോട് സ്നേഹം കാണിച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നിന്നും ഈ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ബ്രേക്കിന്റെ കാര്യം മറന്നിട്ടിരുന്നത്, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ ബ്രേക്ക് തരാം. ഓക്കെ, इससे दया सहानुभूति विश्वास आदि अंकुरित होते हैं. ഇതിലൂടെ ഈ സ്നേഹത്തിലൂടെ എന്തൊക്കെയാ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക? ദയ, മറ്റുള്ളവരോട് ദയ തോന്നുന്നതും, അതുപോലെ സഹാനുഭൂതി, മറ്റുള്ളവരോട് സഹായിക്കാൻ തോന്നുന്നതും, അനുകമ്പ തോന്നുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ലൈഫിൽ സ്നേഹം ഉണ്ടായാൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പ്രേം കി വജഹ സേ ഹിയ ധർത്തി ബച്ചി ഹുയി ഹെ. സ്നേഹം ഉള്ളത് കൊണ്ടാണ്, സ്നേഹം കാരണമാണ് ഈ ഒരു ഭൂമി ഇപ്പോഴും എന്താ സർവൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നത്. യ സബ്സെ താക്കത്വർ മൂല്യ ഹെ. ഇതൊരു വളരെ ശക്തമായിട്ടുള്ള ഒരു മൂല്യമുള്ള ഒരു സാധനമാണ് സ്നേഹം. നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങളല്ലേ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല.
ഓക്കെ, അപ്പോ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കുറച്ച് പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതുപോലെ ലഘുലേഖ എഴുതുമ്പോൾ ചോദിക്കാൻ ഇത്രയും കുറച്ച് പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് തോന്നുന്ന കുറച്ച് സെന്റൻസുകൾ പഠിക്കാം. നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കും ടീച്ചർ, നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നുന്ന സെന്റൻസുകൾ പഠിക്കാം. എല്ലാം ഞാൻ പഠിക്കാൻ കമ്പൽ ചെയ്യില്ല. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തലയിൽ കയറുന്ന കുറച്ച്, കാരണം സിമ്പിൾ ആണ്, നിങ്ങൾക്ക് മലയാളവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എഴുതി, നിങ്ങളുടെ ആശയങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുന്ന മാത്രം പഠിക്കാം. ഓക്കെ, സോ വേഗം ബ്രേക്കിന് പോയിട്ട് വായോ. 7:31 4 മിനിറ്റ് ഉള്ളൂ കേട്ടോ. 7:00 എന്റെ വാച്ചിൽ 7:00 5 മിനിറ്റ്. 7:35 റീജോയിൻ ചെയ്യണം. റീജോയിൻ ചെയ്യല, ക്യാമറ ഓഫ് ചെയ്തിട്ടായാലും പോയിട്ട് വേഗം വരും. എല്ലാവരും പോണമെന്നില്ല, നിങ്ങൾക്ക് എന്താ ബ്രേക്ക് അവർ മാത്രം. ഓക്കെ, മിൻസാഫെ ശരിയാണ് ചോദ്യം, പക്ഷെ എല്ലാവരും ബ്രേക്ക് വെച്ച് ടീച്ചർ 5 മിനിറ്റ് കൊടുത്തതാണ് കേട്ടോ. ജേർണൽ കിറ്റ് മേടിച്ചു. ഓക്കെ, വെരി ഗുഡ്. വെറുതെ അവിടെ ആരെങ്കിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സംഭവം നോട്ട് ചെയ്ത് വെച്ചോട്ടെ, നോട്ട് എഴുതിക്കോളൂ, എന്നിട്ട് ടീച്ചർ പറഞ്ഞുതരാം. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ ബ്രേക്ക് എടുക്കാതെ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ടല്ലോ, ധ്രുവേ, സമേര, മുമ്പ് മിൻസാഫെ, ഇങ്ങനെ വെറുതെ ഇരിക്കാച്ചത് എഴുതിയെടുത്തോളൂ കേട്ടോ. ഇത് ഞാൻ സ്റ്റഡി മെറ്റീരിയൽ തരാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കോൺവെർസേഷൻ എങ്ങാനും ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന ഒരു കോൺവെർസേഷൻ കേട്ടോ. എന്താ ഗോഡ്വിൻ കി അഖിലേഷ്, എന്താ ഗോഡ്വിൻ? അയ്യോ കേട്ടില്ല ടീച്ചറെ. പ്രേം സേ മനുഷ്യത കാ ആധാർ ഹേന്നോ, അങ്ങനെയാണോ പറഞ്ഞേ? പ്രേം സേ നമ്മുടെ സ്നേഹം കൊണ്ട് എന്നുള്ള മീനിങ് ആണ്. മനുഷ്യത കാ ആധാർ ഹേ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനമാണ്. അപ്പോൾ മോൻ ഉദ്ദേശിക്കുന്നത് സ്നേഹം മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനമാണെന്നല്ല ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അവിടെ പ്രേം സേ വേണം. പ്രേം മനുഷ്യത കാ ആധാർ ഹേ എന്ന് പറയും, അവിടെ പ്രേം സേ എന്ന് വേണ്ട. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ആക്കണേ പ്രേം സേ മനുഷ്യത കാ ആധാർ മാനത്തെ ഹേ, അല്ലെങ്കിൽ പ്രേം കോ മനുഷ്യത കാ ആധാർ മാനത്തെ എന്നൊക്കെ ആക്കണം. അത്രയൊന്നും വേണ്ട മോൻ, പ്രേം മനുഷ്യത കാ ആധാർ അത്ര മതി. ഓക്കെ, ആ സേ അവിടെ വേണ്ട. ഓക്കെ, യെസ്. ഇവിടെ ഒരു കോൺവെർസേഷൻ ആണ്, നമുക്ക് തുടങ്ങാം. നമുക്ക് 7:32 മിനിറ്റും കൂടി ഉണ്ട്. ഒരു മിനിറ്റും കൂടി ഉള്ളൂ.
എന്റെ വീട് തൃശ്ശൂരാണ്. ഷാനോൻ ഷാമോൻ. നേരത്തെ വേറെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് എവിടെയാണെന്ന്. തൃശ്ശൂരാണ്. തൃശ്ശൂർക്കാരിയാണ്. മിസ് ഒരു പ്രാവശ്യം ബ്രേക്ക് കൊടുത്താൽ എപ്പോഴും ചോദിക്കും. ഇനി തരില്ല കേട്ടോ. ഇപ്പോഴേ പറഞ്ഞേക്കാണ്, ഇനി ഞാൻ ബ്രേക്ക് തരൂല. സൺഡേ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ബ്രേക്ക് തരാം. ഇനി തരൂല കേട്ടോ. മിൻസാഫ് എന്റെ കൂടെ ഉണ്ട്. അല്ല മിൻസാഫെ? ജയ് ബ്രേക്ക് കൊടുക്കരുത്. ജയ് സോറി. യെസ്, 7:35 റെഡിയായി. ആ സ്ലാങ് ഇല്ലല്ലോന്നോ? എല്ലാരും പറയും. എനിക്കെന്തോ ആ സ്ലാങ് വന്നിട്ടില്ല ഇതുവരെ. ഞാൻ പുറത്തായിരുന്നു കുറച്ച് നാൾ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്ലാങ് വരാറില്ല. നമ്മുടെ നാട്ടിൽ ഈ ഒരു ലാംഗ്വേജ് ആണ്, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. മിസ് മൈ ഫേവറേറ്റ് ബിരിയാണി ഓൺ തൃശ്ശൂർ സഫയർ. ഓക്കെ. അപ്പൊ തുടങ്ങാം. യെസ്, then we will start the next pattern of question. ഇത് ഒരു വാർത്താലാപമാണ്. ഓക്കെ, വാർത്താലാപം എന്ന് അറിയാലോ, കോൺവെർസേഷൻ ആണ്. ടീച്ചർ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മെഡിക്കൽ റിപ്പോർട്ട് लेने के बाद बहन और लेखिका के बीच वार्तालाप. നമ്മൾ ആ ഒരു ഡയറിയിൽ പഠിച്ചു അല്ലെ. മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങിക്കാൻ സിസ്റ്ററിന്റെ കുട്ടിയും കൂടി താഴെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ മെഡിക്കൽ റിപ്പോർട്ടിന്റെ ഫോട്ടോ കോപ്പി എടുക്കണമായിരുന്നു. ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടി ആ ഒരു ഷോപ്പിൽ ചെന്നപ്പോ അയാൾ പൈസ കൊടുക്കാതെ ഫോട്ടോ കോപ്പി കൊടുക്കില്ല എന്ന് പറഞ്ഞു. അയാൾ ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്തു അല്ലെ, ലേഖികയുടെ സിസ്റ്റർ റിക്വസ്റ്റ് ചെയ്തു, ജസ്റ്റ് ഞാൻ ഒരു ഫോട്ടോ കോപ്പി താഴെ, ഞാൻ പൈസ ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ അയാള് അത്ര സമ്മതിച്ചില്ല. എന്നിട്ട് എന്താ ചെയ്തത്? നന്ദകിഷോർ മിസ്, ശരിക്കും എവിടെയാണ് 90+ സ്ഥലം? ശരിക്കും നമ്മുടെ ഓഫീസ് വരുന്ന കൊരട്ടി ഇൻഫോ പാർക്കിലാണ് കേട്ടോ. കൊരട്ടി ഇൻഫോ പാർക്കിലാണ് നമ്മുടെ മെയിൻ ഓഫീസ് ഉള്ളത്. അപ്പോ എന്താ, അർജുൻ സാറിന്റെ വീട്ടിൽ പോലെ അർജുൻ സാറിന്റെ വീട്ടില് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ നോക്കി, ഇവിടെ അതിനുശേഷം ഈ ലേഖികയുടെ അനിയത്തി ലേഖികയുടെ അടുത്ത് ചെന്നിട്ട് അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ടീച്ചർ ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ലേഖികയുടെ അനിയത്തി ജസിന്തനോട് പറയുന്ന അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ ടീച്ചർ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ബഹൻ എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ റൈറ്ററിന്റെ അനിയത്തിയാണ്. ഓക്കെ, റൈറ്ററിന്റെ അനിയത്തി എന്താ പറഞ്ഞിരിക്കുന്നത്? ദീദി मैं अपनी पर्स यहाँ भूल गई थी. ദീദി എന്ന് പറഞ്ഞാൽ എന്താ? ചേച്ചി നമ്മൾ പറയില്ലേ, അതാണ് ചേച്ചി. ദീദി മീൻസ് ഹിയർ നമ്മൾ എൽഡർ സിസ്റ്റേഴ്സിന്, നിങ്ങളുടെ ചേച്ചിമാരെയൊക്കെ നിങ്ങൾ ഹിന്ദിയിൽ നമ്മൾ എന്താ പറയാ? ദീദി എന്നാ യൂസ് ചെയ്യാം, ദീദി. അൽവിൻ എന്താ ലൈറ്റ് അടിച്ച് കളിക്കുന്ന അൽവിനെ? ആൻഡ് ഇഷാൻ എന്താ ക്യാമറയിലേക്ക് നോക്കാൻ പറഞ്ഞ? എന്താണ്? ഞാൻ കണ്ടില്ലല്ലോ. എന്താണ് ഇഷാൻ അല്ലേ ചോദിച്ചത്? എവിടെയാണ് പോയത്? എവിടെയാണ് പോയതെന്ന? പുറത്തെന്ന് വെച്ചാൽ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു പഠിച്ചതൊക്കെ. അതുകൊണ്ട് ഇവിടുത്തെ ലാംഗ്വേജ് അങ്ങനെ മലയാളം ആ സ്ലാങ് അതുകൊണ്ടായിരിക്കും വരാതിരുന്നത് മേ ബി. ഓക്കെ, അപ്പൊ നോക്കി, ദീദി മേ അപ്നി പേഴ്സ് യഹാ ഭൂൽ ഗയി ഥി. ദീദി ചേച്ചി, ഞാൻ എന്റെ പേഴ്സ് ഇവിടെ മറന്നുപോയി. എന്റെ പേഴ്സ് ഇവിടെ മറന്നുപോയി. അപ്പൊ റൈറ്റർ ലേഖിക നമ്മുടെ ജസിന്ത പറയാണ്, ഫിർ ക്യാ ഹുവാ, then what happened? ഫിർ ക്യാ ഹുവാ എന്ന് പറഞ്ഞാൽ then what happened? ഫോട്ടോ കോപ്പി कैसे मिली? എന്നിട്ട് ഫോട്ടോ കോപ്പി എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുകയാണ് ജസിന്ത. അപ്പൊ നമ്മുടെ ബഹൻ തിരിച്ച് റിപ്ലൈ കൊടുത്തു, എന്താ? ദുക്കാൻദാർ पैसे दिए बिना ഫോട്ടോ കോപ്പി नहीं दिया. ദുക്കാൻദാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പ് കീപ്പർ, ആ കടക്കാരൻ पैसे दिए बिना, പൈസ തരാതെ, പൈസ കൊടുക്കാതെ ഫോട്ടോ കോപ്പി नहीं दिया, ഫോട്ടോ കോപ്പി തന്നില്ല. ഓക്കെ, എന്താ പറഞ്ഞത്? ദുക്കാൻദാർ കടക്കാരൻ എന്താ ചെയ്തേ? पैसे दिए बिना, പൈസ കൊടുക്കാതെ ഫോട്ടോ കോപ്പി नहीं दिया, ഫോട്ടോ കോപ്പി തന്നില്ല, തന്നില്ല എന്ന് പറഞ്ഞു. മിസ് എവിടെയാ? ഞാൻ കേട്ടില്ല മിസ്. ഓഫീസ് എവിടെയാണെന്ന് തന്നെ? നമ്മുടെ ഓഫീസ് കൊരട്ടി ഇൻഫോ പാർക്കിലാണ് കേട്ടോ, നമ്മുടെ മെയിൻ ഓഫീസ്. ഓക്കെ, ഇനി എന്താ? ലേഖിക ഇപ്പൊ എന്താ പറഞ്ഞ? तो फिर ये फोटो कॉपी कैसे मिली? അപ്പൊ പിന്നെ ഈ ഫോട്ടോ കോപ്പി എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുകയാണ് ലേഖിക. ഫോട്ടോ കോപ്പി കൊണ്ടുവന്നത്. അപ്പോ എങ്ങനെ ഫോട്ടോ കോപ്പി കിട്ടിയെന്ന് വെച്ചപ്പോ ബഹൻ പറഞ്ഞു, പൈസ കൊടുക്കാതെ കടക്കാരൻ എന്താ ഫോട്ടോ കോപ്പി തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ജസിന്ത ചോദിച്ചു, तो फिर പിന്നെ എങ്ങനെ ഈ ഫോട്ടോ കോപ്പി കിട്ടി? ये फोटो कॉपी कैसे मिली? how do you get this photo copy? എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുകയാണ് ബഹൻ. അപ്പം ബഹൻ പറയാണ്,
किसी लड़का ने मेरा पैसे दिए किसी लड़के ने मेरे लड़के എന്നാണ് ട്ടോ പറയുന്നത്. किसी लड़का ने मेरे पैसे दिए और भीड़ में चला गया. ഏതോ ഒരു ആൺകുട്ടി എന്റെ പൈസ കൊടുത്തു और भीड़ में चला गया. എന്നിട്ട് അവിടെ പോയി ക്രൗഡിലേക്ക് പോയിന്ന്. ഏതോ ഒരു ബോയ് ഏതോ ഒരു ആൺകുട്ടി എന്റെ പൈസ കൊടുത്തു और भीड़ में चला गया. എന്നിട്ട് ആ തിരക്കിലേക്ക് ആ ഒരു ക്രൗഡിലേക്ക് പോയി. അപ്പൊ ലേഖിക അതിന് റിപ്ലൈ കൊടുക്കാണ് എന്താ अच्छा दुनिया में ऐसे भी भले कुछ लोग हैं. अच्छा मीन्स वेल. ഓക്കെ ദുനിയാ മേ ഈ ലോകത്ത് ऐसे भी ഇങ്ങനെയും ഭലേ കുച്ച് ലോഗ് ഹെ. ഭലേ എന്ന് പറഞ്ഞാൽ ഗുഡ് പീപ്പിൾ അല്ലെങ്കിൽ നന്മയുള്ള ആൾക്കാർ എന്ന് പറയും. ഈ ലോകത്ത് ഇപ്പോഴും നന്മയുള്ള ആൾക്കാരുണ്ടെന്നും പറഞ്ഞിട്ട് റൈറ്റർ ആ ഒരു നമ്മുടെ ജസിന്ത ആ ഒരു കോൺവെർസേഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ക്ലിയർ ആയോ എന്താണെന്ന് ഒന്നും കൂടി പറഞ്ഞു തരട്ടെ. ജി എന്താണ് ജിയ? എന്താ ജിയ പറയൂ. ആ ആ ഭയ്യ എന്ന് പറയും, ഭായി എന്ന് പറയും. മൂത്ത ചേട്ടനെ ബഡേ ഭയ്യ എന്ന് പറയും, അല്ലെങ്കിൽ ഭയ്യ എന്ന് പറയും. ചെറിയ അനിയനെ ഛോട്ടെ ഭായി എന്ന് പറയും. ചേട്ടൻ നമ്മൾ ഭയ്യ ഭയ്യ എന്ന് വിളിക്കാം. ഓക്കെ, പുറത്ത് എവിടെയാണെന്ന് പോയത് സ്ഥലം പുറത്തുനിന്ന് പറഞ്ഞിട്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ്. ടീച്ചർ അച്ഛൻ്റെ അവിടെ മധ്യപ്രദേശിലൊക്കെ ജോലി ചെയ്തിരുന്നു. അപ്പൊ അവിടെയായിരുന്നു ടീച്ചർ കുറെ കാലം, നാട്ടിലില്ലായിരുന്നു. ഓക്കെ, അതാണ്. മകളിന് നമ്മൾ ബേട്ടി എന്ന് പറയും. മിസ് ഇപ്പൊ മിസ്സിന്റെ വീട് തൃശ്ശൂരിൽ എവിടെയാണ്? നമ്മൾ ചാലക്കുടിയൊക്കെയാണ്. ചാലക്കുടി കേട്ടിട്ടുണ്ടോ എല്ലാവരും? ആ അദ്വൈത് കേട്ടിട്ടുണ്ട്. ചാലക്കുടിയാണ് നമ്മുടെ സ്ഥലം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ചോദിക്കരുത്, ഇത്രയും കാര്യങ്ങളെ പറയുള്ളൂ. അപ്പൊ നോക്കി, ബഹൻ ദീദി മേ അപ്നി പേഴ്സ് യഹാ ഭൂൽ ഗയി थी. ദീദി ബഹൻ എന്ന് പറഞ്ഞ ആ ചേച്ചിയോട് പറയാണ്, സഹോദരി ചേച്ചിയോട് പറയാണ്, ദീദി മേ അപ്നി പേഴ്സ് യഹാ, ഞാൻ എന്റെ പേഴ്സ് ഇവിടെ മറന്നുപോയി. അപ്പൊ ജസിന്ത പറയാൻ ലേഖിക ഫിർ ക്യാ ഹുവാ, പിന്നെ എന്ത് പറ്റി? ഫോട്ടോ കോപ്പി कैसे मिली, ഫോട്ടോ കോപ്പി എങ്ങനെ കിട്ടി? അപ്പൊ ബഹൻ പറഞ്ഞു, ദുക്കാൻദാർ पैसे दिए बिना, കടക്കാരൻ പൈസ കൊടുക്കാതെ ഫോട്ടോ കോപ്പി നഹി ദിയ, ഫോട്ടോ കോപ്പി തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ലേഖിക പറഞ്ഞു, तो फिर ये फोटो कॉपी कैसे मिली, അപ്പൊ പിന്നെ നിനക്ക് ഈ ഫോട്ടോ കോപ്പി എങ്ങനെ കിട്ടി? ഓക്കെ, तो फिर ये फोटो कॉपी कैसे मिली, അപ്പൊ പിന്നെ നിനക്ക് ഈ ഫോട്ടോ കോപ്പി എങ്ങനെയാ കിട്ടിയേ? അപ്പൊ ബഹൻ പറയാണ്, किसी लड़का ने मेरे पैसे दिए, ഏതോ ഒരു ആൺകുട്ടി എന്റെ പൈസ കൊടുത്തു. और भीड़ में चला गए, എന്നിട്ട് അവൻ എവിടേക്ക് പോയി? ഭീഡ്, ക്രൗഡിലേക്ക് പോയി. അപ്പൊ ലേഖിക അതിന് റിപ്ലൈ കൊടുക്കാണ്, അച്ഛാ. ഓക്കെ, അച്ഛാ മീൻസ് ഗുഡ് അല്ലെങ്കിൽ ഓക്കെ എന്നുള്ള അർത്ഥാണ്. ദുനിയാമേ, ഈ ലോകത്ത്, ദുനിയ മീൻസ് ഇൻ ദിസ് വേൾഡ്, ऐसे भी ഇങ്ങനെയും ഭലേ കുച്ച് ലോഗ് ഹെ. ഭലേ മീൻസ് നന്മയുള്ള അല്ലെങ്കിൽ എന്താ ഗുഡ് പീപ്പിൾ എന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥമാണ്. ഗുഡ് വെൽ, നല്ല ആൾക്കാർ നമ്മുടെ ലോകത്ത് ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെയും കുറച്ച് നല്ല ആൾക്കാർ ഈ ലോകത്തുണ്ട്, അതാണ് കേട്ടോ അർത്ഥം. ഞാൻ അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അതിരപ്പള്ളി ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ. മിസ് വീട് ഇരിഞ്ഞാലക്കുട പുത്തഞ്ചേരി. മോഡൽ എക്സാം ഉണ്ടായില്ല. ഓക്കെ കുറച്ചൊക്കെ അടുത്താണ് നമ്മൾ അദ്വൈതേ, കുറച്ചൊക്കെ അയൽക്കാരാണ് നമ്മള്. ഇനി കാണാം, എവിടെയെങ്കിലൊക്കെ വെച്ച് നമ്മൾ കാണും. റൈറ്റ്. അപ്പൊ എന്റെ അടുത്ത് വന്നോളൂ കേട്ടോ ടീച്ചറെ, ഞാൻ അദ്വൈതാണെന്ന് പറഞ്ഞു വന്നോളൂ കേട്ടോ. ഓക്കെ, ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോ അതെ ആ നാട് തന്നെ. മാം ഞാന് ദുബായിലാണ് ബോൺ ആയത്. about 10 years ഞാൻ അവിടെയായിരുന്നു. ഐ ആം ദുബായ് പ്രൊഡക്റ്റ്. വെരി ഗുഡ് വേദ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. ഇത് മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ? കോൺവെർസേഷൻ മനസ്സിലാവാതെയുള്ളവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തോ കുഞ്ഞുങ്ങളെ. അൽവിനെ മനസ്സിലാവാത്തതാണോ? മനസ്സിലായില്ല? മനസ്സിലായോ? ഇഷാനിയുടെ മനസ്സിലായി, കെയിന് മനസ്സിലായില്ലേ? കെങ്കുട്ട, ഇത് ഏത് മനസ്സിലാവുന്ന നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിട്ട്? ബഹൻ ദീദി മേ അപ്നി പേഴ്സ് യഹാ ഭൂൽ ഗയി थी എന്ന് പറഞ്ഞാ, ദീദി എന്ന് പറഞ്ഞ ചേച്ചി
मैं अपनी ഞാൻ എന്റെ പേഴ്സ് യഹാ ഭൂൽ ഗയി ഥി ഐ ഫൊഗോട്ട് മൈ പേഴ്സ് ഹിയർ. ഞാൻ എന്റെ പേഴ്സ് ഇവിടെ മറന്നു പോയി എന്നാണ് പറഞ്ഞത്, മറന്നു വെച്ചു എന്നാണ് അതിനർത്ഥം. ഓക്കെ, സെക്കൻഡ് ലൈൻ അറിയോ? ഫിർ ക്യാ ഹുവാന്ന്, പിന്നെ എന്ത് പറ്റി? ഫോട്ടോ കോപ്പി कैसे मिले, ഫോട്ടോ കോപ്പി എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുകയാണ്. ബാക്കി അറിയോ? ബാക്കി മനസ്സിലായോ? ഓക്കെ ആണോ? ആ ഓക്കെ ഓക്കെ, അവിടെ തൊട്ട് കിട്ടി. ആ ഓക്കെ ഓക്കെ. യെസ്, ആൻഡ് സഫ ഫാത്തിമ എന്താ ഹാൻഡ് റൈസ് ചെയ്തത്? വെറുതെ വന്നതാണോ ഹാൻഡ് റൈസ്? എന്തോ? ആ സഫക്കുട്ടിയുടെ ഇങ്ങോട്ടും സ്റ്റക്ക് ആയിട്ടാണ് കേൾക്കുന്നത്. മോൾക്ക് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഇവിടേക്കും സ്റ്റക്ക് ആയിട്ടാണ്. നോക്കിയ നെറ്റ്വർക്ക് ചെക്ക് ചെയ്തോ മോള്? ആ നോക്ക്. യെസ്, ദേവനന്ദൻ എന്താണ്? വേഗം. ആദ്യത്തെ 2 ലൈൻ കിട്ടിയില്ല. ആദ്യത്തെ 2 ലൈൻ ഇപ്പൊ പറഞ്ഞല്ലോ, ദീദി മേ അപ്നി പേഴ്സ് യഹാ ഭൂൽ ഗയി ഥി. ചേച്ചി ഞാൻ എന്റെ പേഴ്സ് ഇവിടെ മറന്നുപോയെന്ന് അനിയത്തി ചേച്ചിനോട് പറയാണ്, സിസ്റ്റർ റൈറ്ററിനോട് പറയാം. അപ്പൊ റൈറ്റർ ചോദിക്കാണ് ഫിർ ക്യാ ഹുവാ, പിന്നെ എന്ത് പറ്റി? ഫോട്ടോ കോപ്പി कैसे मिली, ഫോട്ടോ കോപ്പി എങ്ങനെയാ കിട്ടിയെന്ന് ചോദിക്കുകയാണ്. കിട്ടിയാ ദേവനന്ദൻ? ഓക്കെ ഓക്കെ, യെസ്. ആൻഡ് ഫസ്റ്റ് 2 ലൈൻസ് അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ. അർഷാദ് കിട്ടിയോ? അപ്പൊ അവൻ ഇന്റർനാഷണൽ സിറ്റിസൺഷിപ്പ്, അത് അവനല്ല അവളാണ്, വേദാസുബിനാണ് കേട്ടോ തരുണേ. ഞാൻ 6th ഒരു ടൂർ അതിരപ്പള്ളി വാട്ടർഫോളിനാണ് വന്നത്. ഹിന്ദി റിവിഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു റാസി? ഇനിയൊരു നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. 3 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താ ഇഷാനെ, എന്താ ചോദിച്ചേ? ഫോട്ടോ കോപ്പി നമ്മൾ ഹിന്ദിയിൽ അങ്ങനെയാണ് എഴുതാ. കോപ്പിന്ന് നമ്മള് കോപ്പിക്ക് ഇംഗ്ലീഷ് വേർഡ് ആയതുകൊണ്ടേ നമ്മൾ ഇങ്ങനെ എഴുതാനും തെറ്റൊന്നുമില്ല. നമ്മൾ ഡോക്ടറിനെ നമ്മൾ ഹിന്ദിയിൽ ഇങ്ങനെയല്ല എഴുതാം. അതിന് പകരം ഇവിടെ ഒരു ചന്ദ്രകല അല്ല, ആ രീതിയിൽ ഡോക്ടർ എന്നുള്ള ആ രീതിയിൽ യൂസ് ചെയ്യാം. അതുകൊണ്ട് ആ ഫോട്ടോ കോപ്പിയുടെ അങ്ങനെ വന്നത്. ഓക്കെ, അത് ആ ഒരു ട്രാൻസ്ലേഷൻ വരുമ്പോൾ യൂസ് വരുന്നത്. ഇംഗ്ലീഷ് വേർഡ്സ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിലാണ് എഴുതുക. ഇനി ഫോട്ടോ കോപ്പിന്ന് ഇപ്പൊ ഈ ഓ ചേർത്ത് എഴുതിയാലും തെറ്റൊന്നുമില്ല, തെറ്റില്ല അത് കേട്ടോ. ഓക്കെ, എന്താ ആൽഫ്രഡേ? എന്താണ്? ക്ലിയർ ആയില്ല. ഷോർട്ട് നോട്ട് എടുത്തു. ഒരു 6-7 ലൈൻ 4 മാർക്ക് കിട്ടണം നമുക്ക്. ഒരു ഹെഡിങ്ങിന് ഒരു മാർക്ക് കിട്ടും. ബാക്കി നമ്മുടെ കണ്ടന്റിനായിട്ടൊരു 6-7 സെന്റൻസ് ചെയ്താലും തെറ്റില്ല. കൂടുതൽ എഴുതിയാലും കുഴപ്പമില്ല. മിനിമം ഒരു 6-7 സെന്റൻസ് ഇങ്ങനെ ഉണ്ടാവണം മിനിമം. മാക്സിമം നമുക്ക് ഒരു 10 വരെ ആക്കാം. ഓക്കെ, യെസ്. റയാൻ ആൻഡ് യുവാൻ വേഗം. 6:80 പാരന്റ്സ് മീറ്റ്. ഞാൻ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ എഴുതിയ എന്തോ കേട്ടില്ല. ആ ഭാഗം ടീച്ചർ, അത് നിങ്ങൾ ഓൾറെഡി ചാറ്റിൽ പറഞ്ഞ പോയിന്റ്സ് അല്ലേ? അതല്ലേ അത് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട്സ് ടീച്ചർ ഷെയർ ചെയ്യാം. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് ടീച്ചർ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ അത് നോക്കി എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾ വീഡിയോ ഇവിടെ കാണുന്നില്ലല്ലോ റയാൻ ആൻഡ് യുവാൻ? ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഞാൻ എല്ലാവർക്കും കൂടി നിങ്ങളുടെ ടീച്ചേഴ്സിന് എല്ലാവർക്കും നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തത് ഈ സംഭവമല്ലേ? ഏതാ ഈ കാര്യം? ഇത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും, പേടിക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഐഡിയാസ് ഈ ഫോട്ടോ തന്നെ എടുത്തിട്ട് നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് എഴുതി പഠിച്ചാൽ മതി കേട്ടോ. ഞാൻ അയച്ചു തരാം. ആൽഫ്രഡ് ആണ് കുട്ടി, ആലുവയിലാണോ?
ആൽഫ്രഡിന്റെ വീട് ആലുവയിലാണോ ഷാനോൺ ചോദിക്കുന്നുണ്ട്. ആണോ ആൽഫ്രഡ്? ആണോ? ആലുവയിലാണോ ആൽഫ്രഡിന്റെ വീട്? അല്ല 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 കേട്ടോ. അപ്പൊ ഷാനോൺ ഉദ്ദേശിക്കുന്ന ആൽഫ്രഡ് ഇതല്ല. ഓക്കെ, അപ്പൊ നോക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ 3 മാർക്കിനൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു പാസേജ് തന്നിട്ട് ഇതന്നെ ചോദിക്കണം എന്നില്ല. ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു പാസേജ് തന്നിട്ട് നിങ്ങളോട് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് എഴുതാൻ അറിയണമെങ്കിൽ നമുക്ക് എന്താ എല്ലാ ചാപ്റ്റേഴ്സും വായിച്ച് നന്നായിട്ട് കണ്ടന്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ് ഇത്. നോക്കി, കത്താർ മേ ഖടേ വ്യക്തി. അതെന്താ? കത്താർ മീൻസ് എന്താ? വരിയിൽ നിൽക്കുന്ന ആള്. അയാളുടെ കൂടെ കണക്ട് ആണ് എന്താ? ബഹൻ കെ പാസ് നഹി ഥാ, 20 रुपए चाहिए, दुनिया अलग थी, മുജ്സെ പൈസ ന മാംഗാ ഥാ. എന്താ അവിടെ വരിക? എന്തായിരിക്കും അവിടെ വരിക? ആരാ പറയാ? ഏഞ്ചൽ സാജി. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ദ കത്താർ മേ ഖടേ വ്യക്തി കോ എന്തായിട്ടാ മാച്ച് ചെയ്യാം? അലഗ് ഥി എന്നാണോ വരിക? കത്താർ മേ ഖടേ വ്യക്തി കോ, ആ വരിയിൽ നിൽക്കുന്ന ആൾക്ക് എന്തായിരുന്നു ആവശ്യം? 20 रुपये. ശരിയാണ്, പറഞ്ഞോളൂ. ചാഹിയേ തേ. അയാൾക്ക് 20 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നല്ലേ. സോ ഇതാണ് വരുന്നത് 1. ഓക്കെ, യെസ്. നെക്സ്റ്റ് ആര് പറയും? എന്താണ് നെക്സ്റ്റ്? അദ്രിനാഥ് ഇയെ. അദ്രിനാഥ് ലീവ് ആണോ? ആബ്സെന്റ് ആണോ? ഓക്കെ, പ്രാർത്ഥന പ്രജിത്ത്. എന്തായിരിക്കും അടുത്തത്? ഫോട്ടോ കോപ്പി ലേനെ കാ പൈസ ഏതാ വരിക? ബഹൻ കെ പാസ് നഹി ഥാ അല്ലെ. ആ സഹോദരിയുടെ കയ്യിൽ ഫോട്ടോ കോപ്പി എടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് 1 അല്ലെ. വെരി ഗുഡ് പ്രാർത്ഥന. ആൻഡ് നെക്സ്റ്റ് സംബ്രീത്. തേർഡ് 1 എന്താ വരിക? ചായ് കെ ദുകാൻ വാലേനെ. സംബ്രീത് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് സംബ്രീത്. സമയം പോണു. അടുത്ത ആള് മിൻഹ. സംബ്രീത് എന്താ റിക്വസ്റ്റ്? നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആളാണല്ലോ. മിൻഹ. അദ്വൈത് പിയൻ. ഏതാ വരിക? ചായക്ക് ദുക്കാൻ വാലെ. നാലാമത് വായിക്കി. മുജ്സെ പൈസ ന മാംഗാ ഥാ എന്ന് പറഞ്ഞ എന്താണ്? മീനിങ് അറിയില്ലേ? അതെന്താ മീനിങ് അറിയാത്ത? മുജ്സെ ചായക്ക് ദുക്കാൻ വാലേനെ എന്ന് പറഞ്ഞ ചായ എന്ന് പറഞ്ഞാൽ എന്താ? കുടിക്കുന്ന ചായയല്ലേ? ചായക്ക് ദുക്കാൻ വാല എന്ന് പറഞ്ഞാൽ ചായക്കടക്കാരൻ. ഓക്കെ, ചായക്കടക്കാരൻ എന്താ നമ്മുടെ ചാപ്റ്ററിൽ പഠിച്ചേ? റൈറ്ററിന്റെ ചായ കുടിച്ചിട്ട് പൈസ വാങ്ങിയോ? ഇല്ല. അപ്പൊ ആ കാര്യം ഇവിടെ പറഞ്ഞേക്കണേ. മുജ്സെ പൈസ ന മാംഗാ ഥാ. പക്ഷെ എന്റെ നിന്ന് പൈസ വാങ്ങിയില്ലാന്ന്. കിട്ടിയോ? കാണാപ്പാടം പഠിച്ചു വെച്ചേക്കണ്ടത് എന്റെ ആൻസർ ആണെന്ന് പറഞ്ഞു മനസ്സിലാക്കാതെ. പിടിച്ച് സൂപ്പാകും ഞാൻ, കേട്ടോ. ഇരിഞ്ഞാലക്കുട ഞങ്ങൾക്ക് ഇവിടെ അടുത്താണ്. ഞാൻ വരും അങ്ങോട്ട്. ഓക്കെ, അടുത്തത് എന്താ? നാലാമത്തെ ആര് പറയും? ഇഷാൻ റാഫേൽ. ഞാൻ വിളിക്കാട്ടെ. ഇഷാൻ റാഫേൽ. നാലാമത്തെ എന്താ? अस्पताल के भीतर और बाहर की
സിമ്പിൾ അല്ലേ? ആ ദുനിയ അലഗ് തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അസ്പതാൽ കെ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലെ. ഭീതർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭീതർ ഇൻസൈഡ്. ഭീതർ ഇൻസൈഡ്. ഓർ ബാഹർ എന്ന് പറഞ്ഞ അതിന്റെ ഓപ്പോസിറ്റ്. ഇൻസൈഡിന്റെ ഓപ്പോസിറ്റ് എന്താ? അതന്നെ അതന്നെ, ഹോസ്പിറ്റലിന്റെ ഉള്ളിലും അതുപോലെ പുറത്തും. ദുനിയ അലഗ്ധി എന്ന് പറഞ്ഞ, ദുനിയ എന്ന് പറഞ്ഞാൽ എന്താ? ദുനിയ എന്ന് പറഞ്ഞ വേൾഡ് ആണ്, ലോകം. ഈ ഹോസ്പിറ്റലിന്റെ പുറത്തുള്ള ലോകവും ഹോസ്പിറ്റലിന്റെ അകത്തുള്ള ലോകവും വ്യത്യസ്തമാണ്, ഡിഫറെന്റ് ആണെന്നാണ് പറയുന്നത്. അലഗ് എന്ന് പറഞ്ഞ ഡിഫറെന്റ് എന്നാണ് അർത്ഥം, വ്യത്യസ്തമാണ്. ക്ലിയർ ആയോ? ഓക്കെ, യെസ്. ഇൻഷ. ഇൻഷ ഇസ് ഇൻഷ ഉണ്ട്. ഇൻഷ 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 യെസ്. ഇൻഷ എനിക്ക് ഇൻഷ കേൾക്കാമോ? ഇൻഷ. ഖത്താർ എന്ന വേർഡിന്റെ അർത്ഥം എന്താ? ഖത്താർ ലൈൻ, ക്യൂ അല്ലെ? ഓക്കെ, യെസ്. ആക്ഷി. ആക്ഷി കൃഷ്ണ ഉണ്ടോ? ആക്ഷി. യെസ്, ആക്ഷി കൃഷ്ണ BS. അക്ഷി മിസ്, ഈ ചാപ്റ്റർ ആക്ടിവിറ്റി കഴിഞ്ഞോ? പ്രഹർഷ കഴിഞ്ഞു. എനിക്ക് ഇതിലൊരു ഡയറിയും കൂടി തന്നാൽ കൊള്ളാവുന്നുണ്ട്. അത് ഞാൻ ഇനി റിവിഷൻ അല്ലെങ്കിൽ മാരത്തോണിൽ എടുക്കാം ടീച്ചർ, ഒരു ഡയറി. ഇതിലൊരു ഡയറി എങ്ങാനും ചോദിച്ചാൽ. അക്ഷി, വൈ ഡോണ്ട് യു അൺമ്യൂട്ട്? അക്ഷി, വാട്ട് ഈസ് ദുക്കാൻ വാലി? അർഷാദ്, ദുക്കാൻ വാലി എന്ന് പറഞ്ഞ ഷോപ്പ് കീപ്പർ ആണ്, കടക്കാരൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ അർഷാദെ. ഓക്കെ. ആൻഡ് ആൻമറിയ ഷിജോ. മിസ് ആൽഫ്രഡ് എന്റെ സ്കൂളിൽ ഒരുമിച്ചാണ്, അവന്റെ ഹോം. ഇഷാനൊക്കെ അപ്പൊ ആൽഫ്രഡും ഇഷാനും ഒരേ നാട്ടുകാരാ? ഒരേ ക്ലാസ്സുകാരാ? ഇവിടെ ക്ലാസ്സിൽ ഒരുപോലെ പഠിക്കുന്നവരുണ്ട്. ടീച്ചറിന്റെ എല്ലാ ക്ലാസ്സിലെയും ഫണ്ണി തോട്ടാണ്, ഇടിച്ച് സൂപ്പാക്കും. പിന്നെ ഇടിച്ച് എനിക്ക് സൂപ്പാക്കണ്ടേ നിങ്ങളെ? ഞാൻ പറഞ്ഞത് കേൾക്കാതെ വരുമ്പോ ഇടിച്ച് സൂപ്പാക്കണ്ടേ? മിസ് തലവേദന എടുക്കുന്നു. ആണോ നതാനിയ? യെസ്, ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദ സെഷൻ. എന്നിട്ട് ക്ലാസ് എടുത്തത് മനസ്സിലായോ? ഒന്ന് നിവേദ്യയുടെ ആദർശിന്റെ ക്ലാസ് ഞാൻ എടുത്തത് മനസ്സിലായോ? ഒന്ന് മനസ്സിലാവാതെന്തോ എന്തെങ്കിലും? ക്ലിയർ ആണോ? അടുത്ത ക്ലാസ്സിലേക്ക് ടീച്ചർ ഇതിന് മുൻപത്തെ ചാപ്റ്റേഴ്സ് 2 ചാപ്റ്റേഴ്സ്, അതായത് നമുക്ക് ഇനി ക്രിസ്മസ് പോർഷൻസ് ആ വരുന്നത്. അപ്പോ ഈ മാസത്തിനുള്ളിൽ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ചാപ്റ്റർ വരെ നമുക്ക് റിവിഷൻ ചെയ്യണം. ഇപ്പൊ ആര്യ ടീച്ചർ പറഞ്ഞല്ലോ, എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ഫസ്റ്റ് ടൈമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സെക്കൻഡ് ടൈമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, തേർഡ് ടൈമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് റിവൈസ് ചെയ്താലേ നമുക്ക് ലാസ്റ്റ് ടൈം എക്സാമിന് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? നമ്മളെ കൂടെ കട്ടയ്ക്ക് ഒരു മാസം ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കാം. കാരണം ഇത് നമ്മൾ 8ാം ക്ലാസ്സിലേക്ക് പോകുന്നവരാ. ചിലപ്പോൾ 8ാം ക്ലാസ്സിൽ ഞാനായിരിക്കില്ല, അത് വേറെ ടീച്ചറായിരിക്കും ഹിന്ദിയൊക്കെ. നിങ്ങൾ എന്നെ ഈ വർഷം മാത്രം സഹിച്ചാൽ മതി. അടുത്ത വർഷം അടിപൊളി ടീച്ചർ അശ്വിനി ടീച്ചർ വെയിറ്റ് ചെയ്തിരിക്കണ്ടാവും ഹിന്ദി എടുക്കാൻ. ഓക്കെ, അപ്പോ നല്ല മിടുക്കരായിട്ട് ഈ ഒരു മാസം നല്ല അടിപിച്ച് പൊഴിച്ച് പഠിച്ച് നമുക്ക് എല്ലാ സബ്ജക്ട്സും നല്ല മാർക്ക് പഠിക്കണം. കട്ടയ്ക്ക് നിൽക്കില്ല എല്ലാവരും കൂടെ? നിൽക്കില്ലേ? പഠിക്കില്ലേ? പാരന്റ്സിനെ പ്രൗഡ് ആക്കണം എന്റെ മക്കള്. ഓക്കെ, പാരന്റ്സിന് ചക്കുടു മണികളാണ് നിങ്ങൾ. അത് അങ്ങനെ തന്നെ പോണം. ഓക്കെ, ടീച്ചർ മതി നോക്കാം. ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ തന്നെ എടുക്കാൻ നോക്കാം. ഞാൻ പറയാം. ഓക്കെ, ഇനി ഞാനല്ലെങ്കിലും ഇനി വരുന്ന ടീച്ചർ ആയാലും അടിപൊളിയായിരിക്കും. നിങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചറായിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ ഫൈൻഡപ്പ് ചെയ്യാല്ലേ? മതിയില്ല ഇന്നത്തെ ക്ലാസ്? മതിയല്ലേ? ഉറക്കം വന്നു തുടങ്ങി എല്ലാവർക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ പറയുന്ന മെറ്റീരിയൽസ് ഒക്കെ പഠിച്ച് മിടുക്കരായിട്ട് വരാം കേട്ടോ. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു. ബൈ.
താങ്ക് യു സൂര്യ മിസ്. ആരാണ് സൂര്യ മിസ്സിന് താങ്ക് യു പേരൊക്കെ ഇട്ട്? ഓ താങ്ക് യു ഐലിൻ. ബൈ, ലവ് യു ഓൾ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്യാം, ബാക്കിയുള്ളവർക്ക് ലീവ് ആവാം കേട്ടോ. ബൈ. എന്താ ഇഷാൻ, ഡൗട്ട് ആയിട്ടാണോ ഇഷാന്? ദുക്കാൻദാർ എന്ന് പറഞ്ഞ ഷോപ്പിലെ ആള്, കടക്കാരൻ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഷോപ്പ് കീപ്പർ, ദുക്കാൻ വാലെ, ദുക്കാൻദാർ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അർത്ഥം. ഓക്കെ, കടയിലെ സാധനങ്ങൾ വിൽക്കുന്ന ആളെ പറയുന്നത്. ഓക്കെ, അൽവിന് എന്താണ്? ആ ഓ, അമ്മ വീട്ടിലായിരുന്നു. ആ അമ്മ എന്നിട്ടിപ്പോ പറഞ്ഞോളൂ എന്നാ. ആ ആ കൊരങ്ങൻ. എത്ര കൊരങ്ങൻ കോഴി. ഞാനൊക്കെ ഇതുപോ അതിരപ്പള്ളിയിലൊക്കെ പോയപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് എന്താ പോപ്കോൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പിടിച്ചു പറിച്ച് കൊണ്ടുപോയിട്ട് പേടിച്ചു പോയിട്ടുണ്ട്. കാണാൻ രസമാണെങ്കിൽ പോലും അങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോഴേ അതൊക്കെ പേടിച്ചു പോകും. ഇങ്ങനെ വന്നിരുന്ന എല്ലാവരും കൂടെ ഒരുമിച്ചാ വരിക. ആ ആ ഓക്കെ ഓക്കെ. ഞാൻ എന്താ ലൈറ്റ് ഇങ്ങനെ കണ്ട പോലെ തോന്നിയത് തിരിച്ച് ചോദിച്ചു കേട്ടോ. ഓക്കെ ഓക്കെ, ശരി മോനു. അപ്പൊ ഗുഡ് നൈറ്റ്. ഓക്കെ, ഡൗട്ട്സ് ആണ്. ആൻമരിയൻ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആൻമരിയ, ഒരു പോസ്റ്ററിന്റെ ഒരു ലൈൻ പറഞ്ഞേ. ഒരു പോസ്റ്ററിന് കൊടുക്കാം പ്രേമിനെ, സ്നേഹത്തെ കുറിച്ച് ഒരു ലൈൻ പറഞ്ഞേ മോളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നമ്മളിപ്പോ കുറെ ഡിസ്കസ് ചെയ്തില്ലേ, അതിൽ ഏതെങ്കിലും ഒരു ലൈൻ പറഞ്ഞേ. ആൻമരിയ കേൾക്കണുണ്ടോ മോളോ? ആൻമരിയ പറഞ്ഞോളൂ. ഇങ്ങോട്ട് കേൾക്കണില്ല. ഒന്നുകൂടി പറഞ്ഞ ലിപ്സിംഗ് നോക്കിട്ട് മനസ്സിലാക്കട്ടെ. ഇങ്ങോട്ട് കേൾക്കണില്ല. മോളെന്തോ പറയുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് എനിക്ക് കേൾക്കണില്ല കേട്ടോ. സാരില്ല, പോട്ടെ, കുഴപ്പമില്ല. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. പഠിക്കാം കേട്ടോ. ഓക്കെ, പവിത്ര എന്തെങ്കിലും പറയാനുണ്ടോ? പവിത്ര ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ആയിട്ടാണോ സ്റ്റേ ബാക്ക്? ഇല്ല. ഓക്കെ, സോ വേറെ ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ല? ജിയ, നിർമ്മയ്, ആൻഡ്രിയ ഓക്കെ അല്ലേ? Then teachers, then bye bye. Thank you.